ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണേ. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മുടെ ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിലെ നമ്മുടെ ലൈവ് ഇത് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ലൈവ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വോയിസ് ഫെമിലിയർ ആയിരിക്കും. എൻ്റെ പേര് ഭക്ഷ്യ, ഐ+ലെ ഹിസ്റ്ററി ഫാക്കൽറ്റി ആണ്. UGC നെറ്റ് ഹിസ്റ്ററിയുടെയും അതുപോലെ കേരള സെറ്റ് ഹിസ്റ്ററിയുടെയും ക്ലാസ്സസ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ മീറ്റ് ചെയ്തിരിക്കുന്നത് ഐ+ലെ UGC നെറ്റ് ഹിസ്റ്ററിയുടെ കോഴ്സിൽ വരുന്ന ഒരു ഹിസ്റ്ററി മാരത്തോൺ സെഷനിലേക്കാണ്. നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഐ+ല് ഹിസ്റ്ററിയുടെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ എക്സാം നമ്മുടെ റീഷെഡ്യൂൾ ഉള്ള എക്സാം നമുക്കിത് ഇപ്പോൾ ഇന്ന് അഡ്മിറ്റ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതാനൊക്കെ ആയിട്ട് പ്രാപ്തരായിട്ട് നല്ല സിലബസ് ഒക്കെ കവർ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുകയാണ്. സിലബസ് ഒക്കെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ കോഴ്സൊക്കെ എടുത്തിട്ടുള്ളവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ ഇതിൽ ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ 30 ക്വസ്റ്റ്യൻസും മാക്സിമം 30 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. കാരണം നമുക്ക് ടൈമിന്റെ ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ വരാനായിട്ടുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. എന്നിരുന്നാലും മാക്സിമം 30 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്. കാരണം നിങ്ങളാണ് ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ വേഗം നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടൈം നമുക്ക് ലാഭിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നമ്മുടെ സിലബസിൽ ടഫായിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പറയാവോ? ഏത് യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഏത് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള, അതായത് തീരെ പഠിച്ചാൽ കിട്ടുന്നില്ല അങ്ങനത്തെ യൂണിറ്റ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാവോ? മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ ഓഡിയോയും വീഡിയോയും ഒക്കെ മ്യൂട്ട് ചെയ്യണേ. ഒന്ന് വേഗം മെസ്സേജ് ചെയ്യാവോ? ബുദ്ധിമുട്ടുള്ള ഏരിയകൾ യൂണിറ്റിൽ ഒരു ഏരിയയും ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക്? എല്ലാ ഏരിയാസും സിമ്പിൾ ആണോ? ആരൊന്നും പറയണില്ലല്ലോ. ഹലോ, വോയിസ് ഒന്നും കേൾക്കുന്നില്ലേ? മെത്തഡോളജി ആതിര പറയുന്നുണ്ട്. മെത്തഡോളജി ആണ് ബുദ്ധിമുട്ടുള്ള ഏരിയ എന്നുള്ളത്. ദെൻ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ശ്രീലക്ഷ്മിക്ക് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ആൻഷ്യന്റ് അശ്വതിക്ക് ആൻഷ്യന്റ് ആണ്. ദൃശ്യക്കും മിഡീവൽ ആണ്. മാളവിക മാളു ഹിസ്റ്റോറിയോഗ്രാഫി. റിനൈസൻസ്, ഓക്കെ. ഇന്ത്യൻ റിനൈസൻസ് അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ആ ഏരിയകളൊക്കെ തന്നെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം.
ഓക്കെ, തുടങ്ങുകയാണ് നമ്മുടെ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. നമ്മുടെ സിലബസിൽ 10 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ആ 10 യൂണിറ്റിൽ എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലേ? ഒന്ന് പറയാവോ? വീഡിയോ ക്ലിയർ അല്ലേ എന്നൊന്ന് പറയാവോ? ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിൽ നമ്മുടെ സിലബസിൽ 10 യൂണിറ്റുകളാണ് നമുക്ക് ഉള്ളത്. ആ 10 യൂണിറ്റുകൾ നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് അറിയാം. 10 യൂണിറ്റുകളിൽ ഒരു യൂണിറ്റിനെ നമ്മൾ 5 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 5 പാർട്ടുകൾ അതായിട്ടാണ് നമ്മളിപ്പോ 5 പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് ഫസ്റ്റില് സോഴ്സസ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി, ആർക്കിയോളജിക്കൽ സോഴ്സസ്, ലിറ്റററി സോഴ്സസ് ആൻഡ് ഫോറിൻ അക്കൗണ്ട്സ്. ദെൻ പാർട്ട് സെക്കൻഡ് ആൻഷ്യന്റ് ഇന്ത്യ, ദ സ്റ്റോൺ ഏജ്, അതിൽ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഏജസ് ആണ് കവർ ചെയ്യുന്നത്. ദെൻ ആൻഷ്യന്റ് ഇന്ത്യയിലെ ഇൻഡസ് ഹരപ്പ സിവിലൈസേഷൻ, ആൻഷ്യന്റ് ഇന്ത്യ വേദിക് ഏജ്, ആൻഷ്യന്റ് ഇന്ത്യ സെക്കൻഡ് അർബനൈസേഷൻ ആൻഡ് ഹെറ്ററോഡോക്സ് സെക്ട്. ഇതാണ് നമ്മുടെ യൂണിറ്റ് ഫസ്റ്റ്. അപ്പോൾ ഈ യൂണിറ്റ് ഫസ്റ്റില് നമുക്ക് എല്ലാതും പഠിക്കേണ്ടത് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അതായത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ PYQs എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഈ യൂണിറ്റ് ഫസ്റ്റിലെ കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സോഴ്സസ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി, അതിൽ കുറേ അധികം വർക്കുകൾ വരുന്നുണ്ട് അല്ലെ. അതായത് അപ്പോൾ വേദിക് പീരീഡിൽ നിന്നുള്ള വർക്കുകൾ ആയിക്കോട്ടെ, മേജറായിട്ട് വേദിക്, അതുപോലെ ജെയിൻ ടെക്സ്റ്റുകൾ, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, അതൊക്കെ ഈ പറയുന്ന സോഴ്സസ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആൻഷ്യന്റ് പീരീഡിൽ വരുന്ന വർക്കുകളാണ് അല്ലെ. അപ്പോൾ ആ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ്, ഇപ്പൊ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ടും അതല്ലെങ്കിൽ എന്താ അസേർഷൻ റീസൺ ആയിട്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും ഒക്കെ സോഴ്സസിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ദെൻ ആൻഷ്യന്റ് ഇന്ത്യ സ്റ്റോൺ ഏജ് പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മെയിൻ ആയിട്ട് അതിന് വന്നിട്ടുള്ളത് പ്ലേസസ്, അതായത് ഇപ്പോൾ പാലോളിത്തിക് സൈറ്റുകൾ, അതുപോലെ മെസോലിത്തിക്, നിയോലിത്തിക് സൈറ്റുകൾ, അതിന്റെ പ്രസന്റ് ലൊക്കേഷൻ, ആ ഒരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ള ആർട്ടിഫാക്ട് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെ അവരുടെ കൾച്ചറിനെ കുറിച്ചിട്ടും അത്തരം കാര്യങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്, മെയിൻ ആയിട്ട് വരുന്ന ഏരിയ ആണ് കേട്ടോ. അതുപോലെ ആൻഷ്യന്റ് ഇന്ത്യ, ഹരപ്പൻ സിവിലൈസേഷൻ, അവിടെ നിന്നും വന്നിട്ടുള്ളതും ഇത്തരത്തിൽ സൈറ്റിന്റെ പ്രസന്റ് ലൊക്കേഷൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാളിബംഗൻ സൈറ്റ് രാജസ്ഥാനിലാണ്, അങ്ങനത്തെ കുറച്ച്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോർട്ട് സിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അത്തരം സൈറ്റ് ഇൻഫർമേഷനും അതിന്റെ ലൊക്കേഷൻ, അവിടെ നിന്നുള്ള ആർട്ടിഫാക്ട് എന്തൊക്കെയാണ്, അതൊക്കെയാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ ആൻഷ്യന്റ് ഹരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള മേജർ ഏരിയ എന്ന് പറയുന്നത് ഡിക്ലൈൻ, ഹരപ്പൻ ഡിക്ലൈനെ കുറിച്ചിട്ടുള്ള വാരിയസ് തിയറീസ് ഉണ്ടല്ലോ, ആ തിയറീസ് അത് കൊണ്ടുവന്നിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ആൻഷ്യന്റ് ഇന്ത്യയിലെ വേദിക് ഏജിൽ നിന്ന് വന്നിട്ടുള്ള മേജർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടേംസ് ആണ്. ധാരാളം ടേംസ് നമുക്ക് സാൻസ്ക്രിറ്റ് ടേംസ് ആയിരിക്കും. അതായത് ഇപ്പോൾ വിഷ്ടി, അതുപോലെ ദുഹിത്രി, അങ്ങനെയുള്ള കുറേ ടേംസ് വേദിക് ഏജിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ടേംസ് അതുപോലെ ഇപ്പോൾ റീസെന്റ് HST എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ ഒരു HST എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്യൂ. HST ഹിസ്റ്ററിയുടെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നവര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. HST ഹിസ്റ്ററിയുടെ എക്സാമിനേഷനിൽ ഗഹപതി എന്ന് പറയുന്ന ഒരു ടേമിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ അല്ലെ ഗഹപതി എന്താണെന്നുള്ളത്. അപ്പൊ അത്തരത്തില് ടേമുകൾ ധാരാളമായിട്ട് വേദിക് ഏജിൽ നമുക്ക് കാണാൻ പറ്റും. ആ ടേമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് അതിന്റെ മീനിങ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡ്യൂട്ടി, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി സെക്കൻഡ് അർബനൈസേഷൻ, അതുപോലെ ഹെറ്ററോഡോക്സ് സെക്ട്, അതിൽ നിന്ന് ബുദ്ധിസം, ജൈനിസം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് ഫസ്റ്റിനെ കുറിച്ചിട്ടൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എൻ്റെ ഒപ്പം വായിച്ചു പോണേ. ദ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഡിസ്ക്രൈബിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ സേക്രഡ് പ്ലേസസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ ആർ കോൾഡ്.
അപ്പോൾ ആൻസർ വേഗം ഒന്ന് പറഞ്ഞോ, വേഗം ഒന്ന് ടൈപ്പ് ചെയ്തോ. ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ വേഗം വേഗം. ഉപനിഷത്ത്, അഗമ, കാവ്യ, സ്ഥലപുരാണ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഡിസ്ക്രൈബിംഗ് ദ ഹിസ്റ്ററി ഓഫ് സേക്രഡ് പ്ലേസസ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. ഓക്കെ, ആൻസറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ആതിര, മാളവിക, രമ്യ, എല്ലാവരോടും കൂടി പറയുകയാണേ. ഓപ്ഷൻ ഡി സ്ഥലപുരാണയാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. സ്ഥലപുരാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻസ്ക്രിറ്റ് വേർഡ് ആണ്. ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ലെജൻഡ്സ് ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുള്ള പുരാണം. അത് നമുക്ക് സാൻസ്ക്രിറ്റ് വേർഡ് ആണെങ്കിൽ കൂടി നമുക്കത് മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, സ്ഥലത്തെ കുറിച്ചുള്ള പുരാണം. ഓക്കെ, അപ്പോൾ ഹിന്ദുയിസം റെഫേഴ്സ് ടു ദ മിത്തോളജി ആൻഡ് സ്റ്റോറീസ് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ സ്ഥലപുരാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡ്സ് ഓഫ് എ പ്ലേസ് ആണ്. ഇനി അഗമ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അടുത്ത ഒരു പേര് എന്ന് പറയുന്നത് അഗമ എന്നുള്ളതാണ്. അഗമ എന്നുള്ളതിന്റെ മീനിങ് ഒരു സാൻസ്ക്രിറ്റ് ടേം ആണത്. അതിന്റെ മീനിങ് വരുന്നത് ട്രഡീഷണൽ ഡോക്ട്രിൻ ആണ്. The term is used to identify a part of a collection of scriptures of various sects like Hinduism, Jainism, Buddhism. അപ്പോൾ അഗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രഡീഷണൽ ഡോക്ട്രിൻ ആണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഹിന്ദുയിസം, അതുപോലെ ജൈനിസം, ബുദ്ധിസം, അതിൻ്റെയൊക്കെ ട്രഡീഷണൽ ഡോക്ട്രിൻസ് അതിനെ കളക്റ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അഗമ എന്ന ടേം യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൽ ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം എന്നതിൽ മെയിനായിട്ട് ജൈനിസത്തിലാണ് ഈ അഗമാസ് എന്ന ടേം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജെയിൻ അഗമാസ് എന്നാണ് കൂടുതൽ അറിയപ്പെടുക. ഈ ജെയിൻ അഗമാസ് എന്ന് പറയുന്നത് മഹാവീരന്റെ മഹാവീരന്റെ ഡിസൈപ്പിൾസ് ആണ് ഈ അഗമാസ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ജെയിൻ ഡോക്ട്രൈൻസ് ആണ് ഈ പറയുന്ന അഗമാസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ലേറ്റർ വേദിക് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ മീനിങ് ഉപനിഷത്ത്, അതായത് അടുത്ത്, സിറ്റ് നിയർ ബൈ, അടുത്ത് ഇരിക്കുക, അടുത്തിരുന്ന് ഗുരുവിന്റെ അടുത്തിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക അല്ലെങ്കിൽ ഗ്രഹിച്ചെടുക്കുക, അതാണ് ഉപനിഷത്തിന്റെ മീനിങ് വരുന്നത്. കളക്ഷൻ ഓഫ് ലേറ്റർ വേദിക് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ് ഉപനിഷത്ത്. ഇനി ഡീൽസ് വിത്ത് മെഡിറ്റേഷൻ, ഫിലോസഫി, കോൺഷ്യസ്നെസ് ആൻഡ് ഓണ്ടോളജിക്കൽ നോളജ്. ഓണ്ടോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജീവതത്വശാസ്ത്രം എന്നൊക്കെയാണ് അതിന്റെ മലയാളം. അതായത് തത്വസംഹിത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി കാവ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോർട്ട് പോയറ്റ്സ് എഴുതിയിട്ടുള്ള സാൻസ്ക്രിറ്റ് ലിറ്റററി വർക്ക്സ് ആണ് കാവ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഇതിന്റെ റെക്കോർഡിംഗ് ക്ലാസ് നമുക്ക് യൂട്യൂബിൽ ഇടുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ എന്തായാലും ക്ലാസ് കേട്ട് അതിന്റെ നോട്ട്സ് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്തോളൂ. പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാവുന്ന പേജസ് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. In Bhimbedka rock paintings, which of the subject matters is not depicted? ഭീംബേഡ്ക റോക്ക് പെയിന്റിങ്ങിൽ താഴെ പറയുന്നതിൽ ഏത് സബ്ജക്ട് മാറ്റർ ആണ് ഡെപ്പിക്ട് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ വേഗം ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, എല്ലാവരും ആൻസർ പറയുന്നുണ്ടല്ലോ. ആൻസർ പറയുന്നുണ്ട്. മാളവിക സി പറഞ്ഞു, പിന്നെ ആരാ? ദൃശ്യ, എല്ലാവരും പറയുന്നുണ്ടല്ലോ. മായ, ശ്രീകുട്ടി,
സമീറ, ശ്രുതി, അശ്വതി. ഓക്കെ, എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയാണ് കേട്ടോ. മാളവിക, സമീറ, ശ്രുതി, ദൃശ്യ, ശരണ്യ, ആതിര, ആൻസർ ശരിയാണ്. ഓക്കെ, ഈ സ്ലൈഡില് ഭീംബേഡ്ക റോക്ക് പെയിന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഞാനത് സൂം ചെയ്യാം, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹണ്ടിങ് ഓഫ് ബേർഡ്സ്, ഹണ്ടിങ് ഓഫ് ആനിമൽസ്. ദെൻ അത് നമുക്ക് എന്താ ജസ്റ്റ് ഒരു ഗസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം എന്തായാലും ബേർഡ്സും ആനിമൽസും എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ഈ നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ഹണ്ടിങ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ബോത്ത് എന്നാണ്. അപ്പൊ എന്തായാലും അത് മൂന്നും ഉണ്ട് നമുക്കറിയാം. അപ്പോ എന്തായാലും ഒരു ഓപ്ഷൻ ഇല്ല, അത് തെറ്റായിരിക്കുമല്ലോ. അപ്പോ അത് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കുത്തി ശരിയാവാവുന്നതാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two Buddhist sects, Hinayana and Mahayana, were given recognition by. അപ്പോൾ ഈ തന്നിട്ടുള്ള ഏതിൽ വെച്ചാണ് ഹീനയാന അതുപോലെ മഹായാന, അല്ലെങ്കിൽ ആരാണ് അതിന് റെക്കഗ്നിഷൻ കൊടുത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ വേഗം ആൻസർ ഒന്ന് വേഗം പറഞ്ഞോളൂ. ബി. ദൃശ്യ പറയുന്നു, ആതിര പറയുന്നു, അശ്വതി, ജിയ, എല്ലാവരും ബി ആണ് പറയുന്നത്. ശ്രുതി, സമീറ, ശരണ്യ, എല്ലാവരും ബി ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. യെസ്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ അറ്റ് കാശ്മീർ. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ 72 CE ഇൻ കുന്തലവന നിയർ ശ്രീനഗർ, കാശ്മീർ. It was patronized by the Kushan king Kanishka and presided over by Vasumitra with Ashugosha as his deputy. അപ്പോ ഈ ഒരു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ഇയർ ഏതാണ്? 72 CE ആണ്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് കുന്തലവന, കാശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള കുന്തലവന. ദെൻ ഇതിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? വസുമിത്ര. ഈ വസുമിത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്, സുംഗ ഡൈനാസ്റ്റിയിലുള്ള വസുമിത്രനല്ല മക്കളെ. ഇത് ഒരു വസുമിത്ര എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് മങ്കാണ് കേട്ടോ. അപ്പോ കനിഷ്കനായിരുന്നു പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ദ പർപ്പസ് ഓഫ് ദ കൗൺസിൽ വാസ് ടു റിസോൾവ് എ ക്രിട്ടിക്കൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ ഗാന്ധാര ആൻഡ് സർവസ്തിവാദ ടീച്ചേഴ്സ് ഓഫ് കാശ്മീർ. ദ കൗൺസിൽ ഡിവൈഡഡ് ബുദ്ധിസം ഇൻടു 2 sects. ദ 4 ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഓക്കെ, അപ്പോൾ 2 ബുദ്ധിസ്റ്റ് സെക്റ്റുകളായിട്ട് ഈ ഒരു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലോട് കൂടിയിട്ടാണ് ഈ 2 ബുദ്ധിസ്റ്റ് സെക്റ്റുകളിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗാന്ധാര അതുപോലെ സർവത്യവാദ ടീച്ചേഴ്സ്, കാശ്മീരിലെ ഈ ടീച്ചേഴ്സ് അവർ തമ്മിലുള്ള ഒരു ക്രിട്ടിക്കൽ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലെ 2 സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 4 ബുദ്ധിസ്റ്റ് കൗൺസിലുകളാണ് ഉള്ളത്. ആ 4 ബുദ്ധിസ്റ്റ് കൗൺസിലുകളെയും ഫോർത്ത് മൈൽ സ്റ്റോൺസ് ഇൻ ബുദ്ധിസം ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ 486 BC, 486 BC-യിലാണ് അതിന്റെ പീരീഡ് വരുന്നത്. പാട്രണൈസ് നൽകിയിട്ടുള്ളത് അജാതശത്രു, ഹര്യാങ്ക ഡൈനാസ്റ്റിയിലെ അജാതശത്രു ആയിരുന്നു. ദെൻ പ്രിസൈഡഡ് ബൈ മഹാകശ്യപ. ദെൻ പ്ലേസ് വരുന്നത് രാജഗൃഹ ആയിരുന്നു. ദെൻ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൈലേഷൻ ഓഫ് വിനയപീഠക ആൻഡ് സൂത്രപീഠക. അതായത് നമുക്കറിയാം ബുദ്ധിസത്തില് 3 പീഠകാസ് ഉണ്ടല്ലേ, ത്രിപീഠകാസ്. ഏതൊക്കെയാണ് ത്രിപീഠകാസ്? വിനയപീഠക, സുത്തപീഠക, അഭിധമ്മ പീഠക. അതില് 2 പീഠകാസ്, വിനയപീഠക അതുപോലെ സുത്തപീഠക, ഇത് രണ്ടും ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ 383 BC കാലഘട്ടത്തിലായിരുന്നു. കാലശോകൻ, കാകവർണ കാലശോകനായിരുന്നു അതിന്റെ പാട്രണൈസ് നൽകിയിട്ടുണ്ടായിരുന്നു. ശിശുനാഗ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു അദ്ദേഹം. ദെൻ അത് പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്
സർവകാമിനി ആയിരുന്നു, അല്ലെങ്കിൽ സഭാകാമിനി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ചില വർക്കുകളിലൊക്കെ സഭാകാമി എന്നാണ് അറിയപ്പെടുന്നത്, സർവകാമിനി എന്നും അറിയപ്പെടുന്നുണ്ട്. പ്ലേസ് വരുന്നത് ഏതാണ്? വൈശാലിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ഓഫ് സംഘ ഇൻ ടു തേരാവാദിൻ ആൻഡ് മഹാസംഘിക. ഇനി തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ 250 BC ആണ്. നമ്മുടെ അശോക ചക്രവർത്തിയുടെ, മൗര്യൻ കിങ് ആയിട്ടുണ്ടായിരുന്ന അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. അത് പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊഗാലിപുത്ര തിസ എന്ന വ്യക്തിയായിരുന്നു. പാടലിപുത്രയാണ് ലൊക്കേഷൻ വരുന്നത്. ദെൻ അഭിധമ്മ പീഠക കമ്പോസ് ചെയ്യുന്നത് ഈ ഒരു തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. അപ്പോൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ വിനയ പീഠക, സുത്ത പീഠക കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ് തേർഡ് ബുദ്ധിസ്റ്റ് പിടക ആയിട്ടുള്ള അഭിധമ്മ പിടക കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഫസ്റ്റ് സെഞ്ചുറി AD. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതായിരുന്നു നമ്മുടെ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ഇയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഇയർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് വേഗം ടൈപ്പ് ചെയ്തേ. വോയിസ് ക്ലിയർ അല്ലേ? വേഗം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യെസ്, 72 CE ആണ്. കനിഷ്കന്റെ കാലഘട്ടത്തിലായിരുന്നു. കനിഷ്കനായിരുന്നു പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ വസുമിത്ര ആയിരുന്നു പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശ്മീർ ആയിരുന്നു ലൊക്കേഷൻ. കാശ്മീരിലെ നമ്മൾ കറക്റ്റ് ഒരു പ്ലേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാവോ? കാശ്മീരിലെ ഒരു പ്ലേസിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ശരിയാണ്. ഷിറി. ഓക്കെ, ജിയ രവി. ഓക്കെ, ശ്രീനഗറിന് അടുത്ത്, ശ്രീനഗർ അല്ല, ശ്രീനഗറിന് അടുത്ത് ഉള്ള പ്ലേസ്, നിയർ ശ്രീനഗർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജിയ. കുന്തലവന. ഡിവിഷൻ ഇൻ ടു സെക്ട്, ഹീനയാന ആൻഡ് മഹായാന. ഓക്കെ ഓക്കെ അശ്വതി, ശരിയാണ്. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് സെക്കൻഡിലേക്ക് നമ്മൾ പോവാണ്. ഫ്രം സ്റ്റേറ്റ് ടു എംപയർ, Magadha and expansion of Mauryan Empire. Features of Mauryan Empire: decline, Ashoka's edict, India in post-Mauryan period, different kingdoms, Gupta Vagadaka age, society, economy, land grants, Gupta age at its peak, Gupta coins, art, architecture, literature. ഓക്കെ, ഇതാണ് യൂണിറ്റ് സെക്കൻഡ്. ഈ യൂണിറ്റ് സെക്കൻഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ടേംസ് തന്നെയാണ്. അതുപോലെ തന്നെ ധാരാളം ഡൈനാസ്റ്റികളും പോസ്റ്റ് മോഡേൺ പീരീഡിൽ വരുന്നുണ്ട്. ആ പോസ്റ്റ് മോഡേൺ പീരീഡിൽ വരുന്ന ഡൈനാസ്റ്റിക് ഹിസ്റ്ററി നിങ്ങൾ നന്നായി തന്നെ പഠിക്കുക. ഓരോ റൂളേഴ്സിന്റെയും കറക്റ്റ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. സുംഗ ഡൈനാസ്റ്റിയിൽ നിന്നും അതുപോലെ പല ഡൈനാസ്റ്റിയിൽ നിന്നുള്ള ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള റൂളേഴ്സിന്റെ ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റ് വെച്ചിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അശോകാസ് കണ്ടംപററി ഫോറിൻ കിങ് തുരാമയ വാസ് ദ റൂളർ ഓഫ്. എവിടുത്തെ റൂളർ ആയിരുന്നു അദ്ദേഹം എന്നാണ് ചോദ്യം. വേഗം ആൻസർ പറഞ്ഞോളൂ, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം. ബി ആണ് പറയുന്നത്. ബി, സി ഒക്കെ പറയുന്നുണ്ട്. ദൃശ്യ എ പറയുന്നുണ്ട്. ഡി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഈജിപ്ത് ആണ്. അശോകന്റെ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന തുരാമയ എന്ന കിങ്, ഫോറിൻ കിങ്, ഈജിപ്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മയിലേക്ക് വരുന്ന 3 കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ കുഷാൻ ദേവകുല where statues of royal persons were kept has been found at. എവിടെയാണ് കുഷാൻ ദേവകുല സ്റ്റാറ്റ്യൂസ് ഓഫ് റോയൽ പേഴ്സൺസ് were kept? ഈ കുഷാൻ ദേവകുല എന്ന് പറയുന്നത് അവരുടെ ടെമ്പിൾ ആണ് കേട്ടോ. അതായത് അവരുടെ ഫാമിലി ടെമ്പിളിനെയാണ് ഈ കുഷാൻ ദേവകുല എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ഓക്കെ, ബി പറയുന്നുണ്ട്.
ബി ആണ് പറയുന്നത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാമിലി ടെമ്പിൾ ആണ് ദേവകുല എന്ന് പറയുന്നത്. ദേവകുല എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് ടേം ആണ്. ഇപ്പോൾ കുഷാനസിന്റെ ഒരു റോയൽ ഫാമിലി ടെമ്പിൾ ആണെന്നുള്ളത് പറഞ്ഞു. അവരുടെ പാട്രോൺ ഡൈറ്റീനെയൊക്കെ അവർ വർഷിപ്പ് ചെയ്യുന്നത് ഈ ടെമ്പിളിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ആയിട്ട് വരുന്നത് മധുരയ്ക്ക് അടുത്താണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ മധുരയാണ് കേട്ടോ. മധുരൈ അല്ല, തമിഴ്നാട്ടിലെ മധുരൈ അല്ല, നോർത്ത് ഇന്ത്യയിലെ മധുര അതിനടുത്ത്. പിന്നെ ചില വർക്ക്സിൽ മൽ, അതായത് MAL എന്ന ഒരു സ്പെല്ലിങ്ങിലാണ് ഈ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ചില വർക്കിൽ നമ്മുടെ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ മത് എന്നാണ് MAT ആ സ്പെല്ലിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 2 ദേവകുലാസ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, ഡിസ്കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മധുരയ്ക്ക് അടുത്തുള്ള മൽ അല്ലെങ്കിൽ മത് എന്ന സ്ഥലം. രണ്ടാമത്തത് സുർക്ക കോത്തൽ, സൗത്ത് ബാക്ടീരിയയിലെ, അതായത് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലുള്ള സുർക്ക കോത്തലാണ് രണ്ടാമത്തെ സ്ഥലം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം ആൻസർ ഒന്ന് വേഗം പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ആൻസർ ഒന്ന് വേഗം ടൈപ്പ് ചെയ്തോളൂ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. അതായത് A, B, C and D ഓൺലി. അതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതായത് A, Shagas are mentioned in the Prashastis of Gautami Putra Shatakarni and Samudragupta. Then B, Shagastana is probably mentioned in the Mahamairi in the Madura land capital inscription and in the Chandravalli stone inscription of the Kadamba Maurya Sharman. The Jaina work Kalacharya Kandaka states that the Shaga kings were called Sahi. Then the Harivamsha Purana informs us that Shagas shaved one half of their head. Okay, then last statement ആയിട്ട് നൽകിയിട്ടുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതൊന്ന് വായിച്ചു നോക്കിക്കോളൂ, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. ഓക്കെ, ഹരിവംശ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരത ഉണ്ടല്ലോ, ആ മഹാഭാരതയുടെ സപ്ലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതില് പല ട്രഡീഷൻസിന്റെയും, അതായത് പല ട്രൈബ്സിന്റെയും അതുപോലെ കമ്മ്യൂണിറ്റീസിന്റെയും ഒക്കെ ട്രഡീഷൻസ്, കസ്റ്റംസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക, ഹരിവംശ. ദെൻ നമ്മൾ യൂണിറ്റ് 3യിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂണിറ്റ് 3 ഇതിൽ ഞാനൊരു ബുക്കിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ബുക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. റീതിങ്കിങ് ഏർലി മിഡീവൽ ഇന്ത്യ, ഭൂപീന്ദർ സിംഗ് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. വളരെ നല്ലൊരു വർക്കാണ്. ഏർലി മിഡീവൽ പീരീഡിനെ കുറിച്ചിട്ടൊക്കെ പറയാവുന്ന വളരെ നല്ല ഒരു വർക്കാണിത്. ദെൻ നമ്മുടെ ഈ യൂണിറ്റ് 3
ഡിസ്കസ് ചെയ്യുമ്പോൾ എമർജൻസ് ഓഫ് റീജിയണൽ കിങ്ഡംസ് ഇൻ ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് early medieval ഇന്ത്യ, ഗ്രോത്ത് ഓഫ് ബ്രാഹ്മണിക്കൽ റിലീജിയൻ, ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിബേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ early medieval ഇന്ത്യ, അറബ് കോണ്ടാക്ട്സ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് 3 വരുന്ന മേജർ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. അതായത് ധാരാളം കിങ്ഡംസ് വരുന്നുണ്ട്. ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ, അവിടെയൊക്കെ ധാരാളം പുതിയ പുതിയ കിങ്ഡംസ് പെറ്റി പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയാം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഇതുപോലെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which traveler gave the following statement about female education in South India? ഫീമെയിൽ എഡ്യൂക്കേഷൻ, സൗത്ത് ഇന്ത്യയിലെ ഫീമെയിൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഒന്ന് വേഗം ചെക്ക് ചെയ്തോളൂ. ആൻസർ പറയുന്നുണ്ടോ? സി ആണ് പറയുന്നത് ആതിര. പിന്നെ ശ്രുതി എ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്കിതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇബിൻ ബത്തൂത്ത. അപ്പോൾ ഈ ലൈൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള ഈ ലൈൻസ് എടുത്തിട്ടുള്ളത് കെ നീലകണ്ഠ ശാസ്ത്രിയുടെ ബുക്കായിട്ടുള്ള ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ, ആ ഒരു ബുക്കിൽ നിന്ന്, ആ ബുക്കിൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരു വരികളാണ് ഇത്. ഡിസ്കസിങ് ദ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ റീജിയൻ ഓഫ് ആൻഷ്യൻ ടൈംസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, the Italian traveler Pietro della Valle and Moroccan traveler Ibn Battuta both wrote about education system in South India. സൗത്ത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് രണ്ട് ട്രാവലേഴ്സ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? പിയട്രോ ഡെല്ല വല്ലെ, അതുപോലെ മൊറോക്കൻ ട്രാവലർ ആയിട്ടുണ്ടായിരുന്ന ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്ത മൊറോക്കൻ ട്രാവലർ ആണ്. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്കാണ് കിതാബ് അൽ റഹ്ല. He is known for his extensive travels covering over 75,000 miles across Asia, Africa and യൂറോപ്പ്. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്ദുൾ റസാഖ്. അദ്ദേഹത്തിന്റെ വർക്ക് മത്ല ഉസ് സദൈൻ വ മജ്ല ഉൽ ബഹ്റൈൻ. അദ്ദേഹം വിജയനഗര കിങ്ഡം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവരായ സെക്കൻഡിന്റെ കാലഘട്ടത്തിലായിരുന്നു. ദെൻ നെക്സ്റ്റ് ദുവാത്തെ ബർബോസ, ഒരു പോർച്ചുഗീസ് ട്രാവലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോസ്റ്റ് നോട്ടബിൾ വർക്ക് പറയുന്നത് ലിബ്രോ ദെ ദുരാത്തെ ബർബോസ ആണ്. അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 16th സെഞ്ചുറി കാലഘട്ടത്തിൽ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് പറയണേ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം.
ഓക്കെ, സോറി, വോയിസ് മ്യൂട്ടായി പോയിട്ടുണ്ടായിരുന്നു, സോറി. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ വരുന്നത് ACE എന്നിങ്ങനെയാണ്. അതായത് ദ കേവ് ടെമ്പിൾസ് സിത്തനവസൽ ഇൻ പുതുക്കോട്ടെ കണ്ടെയ്ൻസ് സം ഫൈൻ പെയിന്റിങ്സ് ഓഫ് ദ ടൈം ഓഫ് പല്ലവ കിങ് മഹേന്ദ്രവർമ്മൻ. Then the Buddha figure in general can be classified under 3 main types: Sthanaka, Asana, Sayana. Then അടുത്തത്, in the Gandhara style, Buddha is usually shown with his right hand raised in Abhaya Mudra. ഓക്കെ, അപ്പോൾ ബാക്കി 2 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കതിന്റെ തെറ്റായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡി സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ബുദ്ധന്റെ ഹെയർ കേൾഡ് ഹെയർ ആണ് എന്നാണ്. ആക്ച്വലി ബുദ്ധന്റെ ഹെയർ ഗാന്ധാര അതുപോലെ മധുര ആർട്ടിലൊന്നും തന്നെ കേൾഡ് ഹെയർ അല്ല, സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ബുദ്ധന്റെ ഹെയർ ഷേവ്ഡ് ആയിരുന്നു, ഷേവ്ഡ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. ദെൻ ഷേവ് ചെയ്ത് കുറച്ചിങ്ങനെ കുറ്റി മുടികളൊക്കെ വരില്ലേ, ആ ഒരു പോസ്റ്ററിലായിരുന്നു ബുദ്ധന്റെ ഹെയർ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഡി എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് ബി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ബോധഗയയിൽ നിന്നും ബുദ്ധന്റെ കോപ്പർ ഇമേജ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ബോധഗയയിൽ നിന്നും ഡയമണ്ട് ത്രോണ് അതുപോലെ തന്നെ കിങ് കുമാരഗുപ്തന്റെ കാലഘട്ടത്തിൽ ഒക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. Given below are 2 statements. One is labeled as assertion and the other is labeled as reason. Okay, question assertion reason question ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളൂ. ഹലോ, കേൾക്കാവോ? ആൻസർ ഒന്ന് പറയണേ. ഓക്കെ, ആൻസർ അറിയുമോ? അറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഇത് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതാണ്. ഓക്കെ, ആൻസർ 1 പറയുന്നുണ്ട്, അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് വേഗം നോക്കാം. ശരിയാണ്, 1 പറഞ്ഞിട്ടുള്ളത് ആരാണ്? ബിന്ദു. ശരിയാണ് കേട്ടോ ആൻസർ. A and R are correct. R is the correct explanation of A. അതായത് ചോള കിങ് രാജേന്ദ്ര expanded his kingdom through his powerful maritime expeditions into Sumatra and Malaya, but later lost interest in further campaigns. അപ്പോൾ ചോള കിങ് ആയിട്ടുണ്ടായിരുന്ന രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാരിടൈം എക്സ്പെഡിഷൻസ് ഒക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ്, മാരിടൈം എക്സ്പെഡിഷൻ നടത്താനുള്ള ഇൻട്രസ്റ്റ് പോയി. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ലേറ്റർ ചോളാസ് അവരുടെ ഒരു ശ്രദ്ധ മുഴുവൻ തന്നെ ചാലൂക്യാസുമായിട്ടുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റിലേക്ക് മാറുകയാണ്. അതിനു വേണ്ടിയിട്ട് ധാരാളം ട്രൂപ്സിനെ ഈ മെയിൻ ലാൻഡിൽ, അതായത് ഇവരുടെ കറക്റ്റ് ഏരിയയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. അപ്പോൾ ഈ ഒരു എക്സ്പെഡിഷൻ നടത്താൻ, മാരിടൈം എക്സ്പെഡിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൂപ്പ് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ യൂണിറ്റ് 4ലേക്ക് എത്തിയിരിക്കുകയാണ്. സോഴ്സസ് ഓഫ് medieval Indian history, archaeological and literary sources, political development, Sultanate period, then Mughal Empire, Vijayanagara and Bahmani kingdom, rise of Marathas. ഓക്കെ, ഇതില് റൈസ് ഓഫ് മറാത്താസ്, അതായത് മറാത്താസിന്റെ ഏരിയ ഉണ്ടല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കേണ്ടതാണ്. അത് കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസ് മറാത്ത ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അതുപോലെ മിഡീവൽ ഇന്ത്യൻ സോഴ്സുകൾ, അതായത് ഇപ്പോൾ കുറേയധികം കോർട്ട് ഹിസ്റ്ററീസ് ഒക്കെ, കോർട്ട് ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ ഈ പീരീഡിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ്, അതിന്റെ ലാംഗ്വേജ് ഏതാന്ന് വരെ ചോദിച്ചിട്ടുണ്ട്.
അതിന്റെ ഒറിജിനൽ വർക്ക് ഏത് ലാംഗ്വേജിലായിരുന്നു, അതിന്റെ ട്രാൻസ്ലേറ്റഡ് വർക്കിന്റെ പേരെന്താണ്, അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹു വാസ് ദ മിലിറ്ററി കമാൻഡർ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് ആർമി ഹു ഇൻവേഡഡ് കാകതിയാസ് ഓഫ് വാറങ്കൽ? ആൻസർ ഒന്ന് പറഞ്ഞോളൂ. ബി പറയുന്നുണ്ട്, മാലിക് കാഫൂർ. ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ, ഓപ്ഷൻ മാത്രം പറഞ്ഞാൽ മതി. മാലിക് കാഫൂർ. എല്ലാവരും മാലിക് കാഫൂർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. മാലിക് കാഫൂർ ആണോ? മാലിക് കാഫൂർ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മാലിക് കാഫൂർ വാസ് ആൻ യൂനറ്റ് സ്ലേവ് who became a general in the army of Alauddin Khilji, ruled of the Delhi Sultanate from 1296 to 1316 AD. ഓക്കെ, മാലിക് കാഫൂർ. എന്താണ് ഈ യൂണിറ്റ് സ്ലേവ് എന്ന് പറയുന്നത്? യൂണിറ്റ് സ്ലേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നപുംസകം എന്നാണ് അതിന്റെ കറക്റ്റ് മീനിങ് വരുന്നത്. നിങ്ങൾ എത്ര പേര് പത്മാവത് സിനിമ കണ്ടിട്ടുണ്ട്? ആ സിനിമയിലുണ്ട് ഈ മാലിക് കാഫൂർ. അദ്ദേഹത്തിന്റെ ഒരു മാനറസ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഈ ടേം ഞാൻ എടുത്തു പറയാനായിട്ടുള്ള കാരണം, ഈ യൂണിറ്റ് സ്ലേവ് ആരാണ് എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റിലെ യൂണിറ്റ് സ്ലേവ് ആരുടെ ആയിരുന്നു, അതായത് അലൗദ്ദീൻ ഖിൽജിയുടെ യൂണിറ്റ് സ്ലേവ് ആരായിരുന്നു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ആ ഒരു ടേം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? Malik Kafur has led 2 successful campaigns in South India. The first was against Kakadiyas of Warangal and the second against Hoysalas. Then next നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് അലൗദ്ദീൻ ഖിൽജിയുടെ സൗത്ത് ഇന്ത്യൻ കോൺക്വസ്റ്റ് ആണ്. അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് 13th 14th century അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. 14th 13th സെഞ്ചുറിയുടെ അടിസ്ഥാനത്തിൽ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേഗം ഒന്ന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തോളൂ. ആൻസർ വേഗം പറഞ്ഞോളൂ. ആൻസർ ഒന്ന് പറഞ്ഞോളൂ വേഗം വേഗം. മൂന്ന് പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്. ശ്രുതി 3 പറഞ്ഞു, ഷിറിൻ 4 പറഞ്ഞു. ഓക്കെ, ശരണ്യ 3 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. രണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ശരിയായിട്ടുള്ള ആൻസർ 2 ഓക്കെ, 2 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളൊന്നും കൂടി ഒന്ന് ഓടിച്ച് നോക്കി നോക്കിയേ, എങ്ങനെയാണ് ഒന്ന് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയേ. ഒന്ന് പറയാവേ. മാർക്കോ പോളോ വിസിറ്റ് മലബാർ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫസ്റ്റ് വരുന്നത്. മാർക്കോ പോളോ മലബാർ കോസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഇയർ വരുന്നത് വെനീഷ്യൻ മെർച്ചന്റ് ആണ് മാർക്കോ പോളോ, അറിയാലോ. 1292 അദ്ദേഹം വന്നിട്ടുള്ള പീരീഡ്. ദെൻ അദ്ദേഹം വന്നിട്ടുള്ളത് ഹൊയ്സാല എംപയറിലെ രാമരാജ എന്ന റൂളറിന്റെ കാലഘട്ടത്തിലായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് മംഗോൾ ഇൻവേഷൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അലൗദ്ദീൻ ഖിൽജി. അലൗദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലുള്ള ഫസ്റ്റ് മംഗോൾ ഇൻവേഷൻ ആണ് അടുത്തത് വരുന്നത്. 1299 ഇതിന്റെ ഇയർ വരുന്നത്. ദെൻ നെക്സ്റ്റ് അലൗദ്ദീൻ ഖിൽജീസ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്. അലൗദ്ദീൻ ഖിൽജിയുടെ പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് വരുന്നത് 1299 1319 കാലഘട്ടത്തിലാണ് അലൗദ്ദീൻ ഖിൽജിയുടെ ഒരു ഭരണകാലഘട്ടം. അപ്പൊ ആ ഒരു പീരീഡിലാണ് അദ്ദേഹത്തിന്റെ പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മുഹമ്മദ് തുഗ്ലക്കിന്റെ ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ്. ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ് വരുന്നത് 1325 to 1351 കാലഘട്ടത്തിന്റെ ഇടയിലായിട്ടാണ്. ദെൻ
ഇബിൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വരുന്നത് 14th സെഞ്ചുറിയിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ക്രൊണോളജി ഓർഡർ വരുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 12ാമത്തെ ചോദ്യം. Who defeated Nizam of Hyderabad in the Battle of Palkat? ആൻസർ പറഞ്ഞോളൂ. പേഷ്വ ബാജിറാവു ഫസ്റ്റ്, പേഷ്വ ബാജിറാവു സെക്കൻഡ്, പേഷ്വ ബാലാജി വിശ്വനാഥ്, പേഷ്വ നാരായണ റാവു, പേഷ്വ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻസ് വരുന്നത്. ആൻസർ ഒന്ന് പറഞ്ഞോളൂ. ബി പറയുന്നുണ്ട്. ബി ആണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ബി തന്നെയാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബാജിറാവു ഫസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ബാറ്റിൽ ഓഫ് പാൽക്കഡ് വാസ് ഫൗട്ട് ഓൺ February 28, 1728. The battle ended in a decisive victory of the Maratha force. മറാത്ത ഫോഴ്സ് ആണ് ഇതിൽ വിജയിക്കുന്നത്. ഡേറ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ, February 28, 1728. ഓക്കെ, ആഫ്റ്റർ ദ ബാറ്റിൽ നൈസാം അസഫ് ജാ first was forced to agree to every term set by Pershwa Bajirao, which include abandoning the cause of Sambhaji II and above all accept the Maratha right to collect tax in all of his territories in the Deccan. ഓക്കെ, ഇനി പേഷ്വ ബാജിറാവു ഫസ്റ്റിന്റെ മിലിറ്ററി ക്യാമ്പയിൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദെൻ 5ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടന്നു. ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, ഫീച്ചേഴ്സ് ഓഫ് മുഗൾ, ഫീച്ചേഴ്സ് ഓഫ് ഡെക്കാൻ, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ഇതിലൊക്കെ വരുന്നത് മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് ആണ്. അതായത് അഡ്മിനിസ്ട്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലാണ് ഇൻക്ലൂഡഡ് ആവുന്നത്. ഇതിലും കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following statement are correct about money and price during Delhi Sultanate? ഡൽഹി സുൽത്താനേറ്റിലെ പ്രൈസ് ആൻഡ് മണി ആൻഡ് പ്രൈസിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കോളൂ. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയല്ലോ അല്ലെ? ആൻസറുകൾ വേഗം 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 ടൈപ്പ് ചെയ്തിട്ടോളൂ. ഏതൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ A, B, C അങ്ങനെ കോമിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ആൻസർ പറഞ്ഞാലും മതി. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തരാം. ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ 3 പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസർ എന്തായാലും നോക്കാം. ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ആൻസർ. A, B ആൻഡ് D ഓൺലി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് വായിച്ചോളൂ. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ദെൻ C, E എന്നീ ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ എന്താണ് ഇത് തെറ്റാവാനായിട്ടുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ്ഡ് ദ സിൽവർ തങ്ക ഓഫ് ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ്ഡ് കോപ്പർ മെയ്ഡ് തങ്ക ഓഫ് അബൌട്ട് 170 ഗ്രെയിൻസ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ.
പക്ഷെ ശരിക്കും ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കോപ്പർ മെയ്ഡ് തങ്കാസ് അല്ല, സിൽവർ മെയ്ഡ് തങ്കാസ് ആയിരുന്നു. അബൌട്ട് 175 ഗ്രേഡ്സ്. ഓക്കെ, ഇനി അടുത്ത തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗഹഡവാലാസ് ഓഫ് കനൗജ് ഇഷ്യൂഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഗോൾഡ് കോയിൻസ് ബെയറിംഗ് ദ ഇമേജ് ഓഫ് സരസ്വതി. ആക്ച്വലി ഗഹഡവാലാസ് ഓഫ് കനൗജ് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതിൽ സരസ്വതിയുടെ ഡെപ്പിക്ഷനെ കുറിച്ചിട്ട് എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല. അതിന്റെ എവിഡൻസ് ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. വിഷ്ണു അതുപോലെ ശിവ ബെയറിംഗ് കോയിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റും ശരിയല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഇൻ റിഗാർഡ് ടു ദ ഗ്രാൻസ് ടു വുമൻ? താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? സ്ത്രീകളെ സംബന്ധിച്ച്, സ്ത്രീകളുടെ ഗ്രാൻസുമായിട്ട് സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വായിച്ചു നോക്കിക്കോളൂ. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് അപ്പുറത്തെ പേജിലായ കാരണമാണ് ഞാൻ നിങ്ങളോട് 1, 2, 3 എന്നിങ്ങനെ കോമേറ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും അതും കൂടി ഒരുമിച്ച് ഒരുപോലെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോ ആൻസർ വേഗം ഒന്ന് പറയാവോ? ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. അബുൾ ഫസൽ സ്പീക്ക് ഓഫ് ഗ്രാൻസ് ഹെൽഡ് ബൈ ഇറാനി ആൻഡ് തുറാനി വിമൻ. ഇറാനി ആൻഡ് തുറാനി വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു മുഗൾ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നോബിൾസ് ആണ് ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പ്, ഇറാനി അതുപോലെ തുറാനി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സ്ത്രീകളാണ് ഈ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ലാൻഡ് ഗ്രാൻസിനെ പറ്റിയിട്ട്, അവരുടെ ലാൻഡ് ഗ്രാൻസിനെ പറ്റിയിട്ട് അബുൾ ഫസൽ പറയുന്നുണ്ട്. Then Jahangir appointed a foster sister of his father as the specific official in charge of grants to women. ഫോസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ വളർത്തു സഹോദരി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഒഫീഷ്യൽ ഇൻചാർജ് നൽകിയിട്ട്, അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ലാൻഡ് ഗ്രാൻസിനെ കുറിച്ചിട്ടൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു ഫോസ്റ്റർ സിസ്റ്ററിനെ ജഹാംഗീർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് മഹർ ഇ ഷാജഹാനി എന്ന് പറയുന്ന ഒരു വർക്കാണ്. ആ വർക്ക് എഴുതിയിട്ടുള്ളത് യൂസഫ് മിറാഖ് എന്ന വ്യക്തിയാണ്. യൂസഫ് മിറാഖ് എന്ന വ്യക്തിയാണ് മഹർ ഇ ഷാജഹാനി എന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ആ വർക്കിൽ രണ്ട് ലാൻഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഐമ അതുപോലെ തന്നെ ചാക് ഇ മുസാമത്തി എന്നാണ് രണ്ട് ഗ്രാൻസ്. അതുപോലെ തന്നെ മുസാകർത്തി എന്ന് പറയുന്ന ഒരു ലാൻഡിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. മുസാകർത്തി ലാൻഡ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന, പുരുഷന്മാർ കൈവശം വെച്ചിട്ടുണ്ടായിരുന്ന ലാൻഡും, അതുപോലെ ഐമ അതുപോലെ ചക്ക ഈ മുസാമത്തി എന്ന് പറയുന്നത് വിമൻ, സ്ത്രീകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ലാൻഡുമായിരുന്നു. ദെൻ ഔറംഗസീബ്സ് ഫർമൻ ഓഫ് 1690 അബൌട്ട് മദാദിമാഷ് deprive a daughter of her share if she was married or otherwise provided for, and it laid down that a widow might keep her husband's grant for her lifetime. ഓക്കെ, ഔറംഗസേബിന്റെ ഫർമനിൽ പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐമ എന്ന ഒരു ലാൻഡിനെ കുറിച്ചിട്ട്. ആ ലാൻഡിന്റെ റൈറ്റ് ഹെറിഡിറ്ററി ആക്കുന്നുണ്ട് ഈ ഔറംഗസേബിന്റെ ഈ ഒരു ഫർമനിൽ. ഐമ ലാൻഡ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ലാൻഡ് ആയിരുന്നു, ഒരു ഗ്രാൻഡ് ആയിരുന്നു. അത് ഔറംഗസേബിന്റെ ഈ ഫർമനോട് കൂടിയിട്ട് അത് ഹെറിഡിറ്ററി ആയിട്ട്, ഇപ്പൊ എനിക്ക് ആ ഒരു ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പിൻതലമുറയ്ക്ക് അത് ട്രഡീഷണലി നമുക്ക് ഇങ്ങനെ ഹെറിഡിറ്ററി നമുക്ക് കൈമാറി വരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച ഒരു വിധവയ്ക്ക് ആ ഭർത്താവിന്റെ
ഗ്രാൻഡ് എന്താണോ ഉള്ളത് അത് അവരുടെ ലൈഫ് ടൈം യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു സെഡ് ദ ഫോളോയിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിഫൈനിങ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഫോസ്റ്റർ കമ്മ്യൂണിറ്റി. ഓക്കെ, ഫോസ്റ്റർ കമ്മ്യൂണിറ്റിയുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ബിറ്റ്വീൻ മീ ആൻഡ് അസീസ് ഈസ് റിവർ ഓഫ് മാലിക് ദാറ്റ് ഐ കനോട്ട് ക്രോസ് എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളവയിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് വേഗം ആൻസർ ടൈപ്പ് ചെയ്തിട്ടോളൂ. ഡി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, ഷിറിൻ സി ആണ് പറയുന്നത്, ശരണ്യ സി ആണ് പറയുന്നത്, അശ്വതി സി ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി, സി പറഞ്ഞിട്ടുള്ളവർ ആരൊക്കെയാ? കുറച്ച് പേര് സി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഓപ്ഷൻ സി അക്ബർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അസീസ് എന്നുള്ള ഒരു പേര്, നിങ്ങൾക്ക് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടോ? അസീസ് എന്ന പേര് പറയുന്നുണ്ട്. അസീസ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഖാനി അസം മിർസ അസീസ് കോക്ക എന്നാണ്. ഇവിടെ കോക്ക എന്നത് കൊണ്ട് അർത്ഥാക്കുന്നത് ഫോസ്റ്റർ ബ്രദർ എന്നാണ്. ഫോസ്റ്റർ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തു സഹോദരൻ. അപ്പൊ എങ്ങനെയാണ് അക്ബറിന്റെ വളർത്തു സഹോദരനായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ പിതാവ്, അതായത് അസം മിർസ അസീസ് കോക്കയുടെ പിതാവ് അത്ക ഖാൻ ആയിരുന്നു. അത്ക ഖാൻ ഒരു സോൾജിയർ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഹിമയോണിനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹിമയോണിന്റെ ഷേർഷാ സൂരിയുമായിട്ട് ബാറ്റിൽ ഓഫ് കനോജ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു യുദ്ധത്തിൽ, ആ ഒരു സമയത്ത് ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമയോണിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന സോൾജിയർ ആയിരുന്നു അത്ക ഖാൻ. അതിന്റെ സ്മരണയ്ക്കായിട്ട് ഹിമയോണിന്റെ സർവീസിൽ സ്ഥാനം കൊടുക്കുകയുണ്ടായിരുന്നു. ദെൻ അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ, അതായത് അത്ക ഖാന്റെ വൈഫിനെ അക്ബറിനെ നോക്കാനായിട്ടുള്ള ഒരു വെറ്റ് നേഴ്സ്, അതായത് ഒരു ആയ എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അത്ക ഖാന്റെയും അതുപോലെ ഈ വെറ്റ് നേഴ്സിന്റെയും മകനായിരുന്നു മിർസ അസീസ് കോക്ക. അങ്ങനെ അത് അക്ബറിന്റെ, അപ്പോൾ വളർത്തമ്മയുടെ മകനാണല്ലോ, അതുകൊണ്ട് സഹോദര തുല്യനായി എന്ന് മാത്രം. ഓക്കെ, ഈ വ്യക്തി, അതായത് മിർസ അസീസ് കോക്ക സുബേദാർ ആയിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് സുബയിലെ ഗവർണറും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ, അക്ബറിന്റെ 23rd ഇയർ ഓഫ് റെയിനില് അക്ബർ ഇദ്ദേഹത്തിന് ആസം ഖാൻ എന്ന ടൈറ്റിൽ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിൻസ് ഖുസ്രു, ആരാണ് പ്രിൻസ് ഖുസ്രു അറിയോ? ജഹാംഗീറിന്റെ മകനാണ് കേട്ടോ. ജഹാംഗീറിന്റെ മകൻ ഈ മിർസ അസീസ് കോക്കയുടെ പുത്രികളിൽ ഒരാളെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ഒറ്റ സെക്കൻഡ് ഒന്നൊരു ബ്രേക്ക് എടുത്തോട്ടെ, 8 മിനിറ്റ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ 6ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 6ാമത്തെ യൂണിറ്റ് സൊസൈറ്റി ആൻഡ് കൾച്ചർ, സൂഫിസം, ഭക്തി മൂവ്മെന്റ്, സിഖ് മൂവ്മെന്റ്, അതാണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. സോഷ്യൽ ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് പാർട്ട്. ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പൊസിഷൻ ഓഫ് വിമൻ, ഫൈൻ ആർട്സ്, മേജർ സ്കൂൾസ് ഓഫ് പെയിന്റിംഗ്, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് മീഡിയവൽ പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ 2 ബുക്സിന്റെ ഫോട്ടോസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. മീഡിയവൽ ഇന്ത്യനെ കുറിച്ചിട്ട് നമുക്ക് റെഫർ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലുള്ള 2 ബുക്സ് ആണിത്. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബുക്ക് തന്നെ ആയിരിക്കും.
മിഡീവൽ ഇന്ത്യ സ്റ്റെയിൻലി ലാൻലി പൂളിന്റെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ. ഇത് പല എഡിഷൻസ് അവൈലബിൾ ആണ് കേട്ടോ സതീഷ് ചന്ദ്രയുടെ. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ഈ യൂണിറ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. The spiritual successors to Sheikh Bayazid were known by different names in different regions. In this regard, which of the following is not correctly matched? Okay. അപ്പോൾ ഷെയ്ഖ് ബയാസിദ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ആൻസർ ഒന്ന് വേഗം പറഞ്ഞോളൂ. വേഗം വേഗം ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്താൽ നല്ലതാണ്. നമ്മുടെ 16 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നുണ്ട് 14 എണ്ണം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഷെയ്ഖ് ബയാസിദ് വാസ് എ പേർഷ്യൻ സൂഫി ഫ്രം നോർത്ത് സെൻട്രൽ ഇറാൻ, commonly known in the Iranian world as Bayazid Bistami. ഇദ്ദേഹം ഒരു പേർഷ്യൻ സൂഫി ആയിരുന്നു. ധന്യനാഥന്റെ മെയിൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഈ സ്ലൈഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോളൂ, സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂർബക്ഷിയ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരല്ല എന്നാണ്. നൂർബക്ഷിയ അപ്പൊ ആക്ച്വലി ആരുടെ പേരാണ്? മുഹമ്മദ് നൂർബക്ഷി ഇഷ്യൂ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു നൂർബക്ഷിയ എന്ന് പറയുന്നത്. ഈ നൂർബക്ഷിയ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് സെക്ട് ആണ്. ദാറ്റ് പ്ലേസസ് സിഗ്നിഫിക്കൻസ് എംഫസൈസ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് മുസ്ലിം യൂണിറ്റി ആൻഡ് ഓൺ ഫിഖ് ഉൽ അവാദ്, എ കോൺസെപ്റ്റ് ബൈ മുഹമ്മദ് നൂർബക്ഷി. അപ്പോൾ നൂർബക്ഷിയ എന്ന് പറയുന്നത് ഷെയ്ഖ് ബയാസിദുമായിട്ട് കണക്ട് ആയിട്ടുള്ള ടേം അല്ല, മുഹമ്മദ് നൂർബക്ഷിയുമായിട്ട് കണക്ട് ആയിട്ടുള്ള ടേം ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. When this sultan changed his clothes and beddings, they were sold and the money obtained was given away as dowry to orphan girls. Identify this Lodi Sultan. ഏത് ലോധി സുൽത്താൻ ആണ് ഇത്തരത്തില് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോ ഒന്ന് വേഗം ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ആൻസർ ഒന്നും ടൈപ്പ് ചെയ്ത് കാണുന്നില്ല. ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യണേ. എല്ലാവരും പോയോ? അവിടെ ഇല്ലേ? ആരുമില്ലേ? ആരുമില്ലേ എന്ന് പറയുന്നത്? അറിഞ്ഞൂടാത്ത കാരണം ഇണ്ടാതിരിക്കണോ? അപ്പോ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ എ സിക്കന്ദർ ലോധി ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്.
സിക്കന്ദർ ലോധി. ഓക്കെ, സിക്കന്ദർ ലോധി വാസ് ദ സെക്കൻഡ് സൺ ഓഫ് സുൽത്താൻ ബഹ്ലൂൽ ലോധി. ബഹ്ലൂൽ ലോധി ആരാണ് ശരിക്കും അറിയോ? ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. സിക്കന്ദർ ലോധിയുടെ ഒറിജിനൽ നെയിം വരുന്നത് നൈസാം ഖാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മദർ ഒരു ഹിന്ദു ഗോൾഡ് സ്മിത്തിന്റെ ഡോട്ടർ ആയിരുന്നു. സിക്കന്ദർ ലോധി വാസ് ഓൾസോ നോൺ ഫോർ ഹിസ് പാട്രണേജ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ. ദെൻ ഈ ഒരു ടേം ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ, ഗുൽറുഗി. ഗുൽറുഗി എന്ന് പറയുന്ന ടേം ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അത് ഇദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ്. ഈ പെൻ നെയിമില്, ഗുൽറുഗി എന്ന പെൻ നെയിമില് പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്ന പോയറ്റ്, ഡൽഹി സുൽത്താനേറ്റ് പോയറ്റ് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുൽറുഗി എന്നുള്ള ടേം ഒന്ന് ഓർമ്മയിൽ വെക്കണേ, അത് സിക്കന്ദർ ലോധിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് നഷ്ക് ബന്ദി സിൽസില ഇൻ ഇന്ത്യ? ഇന്ത്യയില് നഷ്ക് ബന്ദി സിൽസില ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ഒന്ന് ആൻസർ ഇപ്പൊ കണ്ടെത്തി പറഞ്ഞോളൂ. ഇതിന്റെ ആൻസർ എന്തായാലും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞോളൂ. ഡി പറയുന്നുണ്ട്, ജിയ ഡി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ജിയ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ? ശരണ്യ സി പറയുന്നുണ്ട്, ശരണ്യ സി ഡി പറയുന്നുണ്ട്, സോറി. അശ്വതി സി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്താലോ. ഓപ്ഷൻ ഡി ആണ് ജിയ പറഞ്ഞിട്ടുള്ള, ശരണ്യ പറഞ്ഞിട്ടുള്ള ആൻസർ ഒക്കെ ശരിയാണ്. ഖ്വാജ ബക്കി ബില്ല ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സൂഫിസത്തിനെ കുറിച്ച് പറയുമ്പോൾ സൂഫിസം ഇസ് എ മിസ്റ്റിക്കൽ ഇസ്ലാമിക്കൽ ബിലീഫ് ആൻഡ് പ്രാക്ടീസ് ആണ്. സൂഫീസ് വെർ ഓർഗനൈസ്ഡ് ഇൻ ടു ഡിഫറെന്റ് ഓർഡേഴ്സ് ഓർ സിൽസിലാസ്. നമുക്കറിയാം സൂഫിസത്തിന്റെ ഓർഡേഴ്സ്, സൂഫി ഓർഡേഴ്സിനെ സിൽസിലാസ് എന്നാണ് അറിയപ്പെടുന്നത്. നല്ല പേരാ അല്ലെ, സിൽസില. അബുൾ ഫസലിന്റെ ഐനി അക്ബരി എന്ന് പറയുന്ന വർക്കില് ഇന്ത്യയിലുള്ള പല സൂഫി ഗ്രൂപ്പ്സിന്റെ ലിസ്റ്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ദ മോസ്റ്റ് മേജർ സൂഫി ഓർഡേഴ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ചിസ്തിയ, ഖാദിരിയ, നഷ്ക് ബന്ദിയ, സുഹർവദിയ എന്നീ സിൽസിലാസ് ആണ്. ഓക്കെ, സൂഫിസം ഇൻ ഇന്ത്യ എംബ്രേസ്ഡ് ന്യൂമറസ് ഇൻഡിജീനിയസ് ഇന്ത്യൻ കോൺസെപ്റ്റ് സച്ച് ആസ് യോഗ പോസ്റ്റേഴ്സ്, മ്യൂസിക്, ഡാൻസ്. അതായത് ഇന്ത്യയിലുള്ള ഇൻഡിജീനിയസ് ഇന്ത്യൻ കോൺസെപ്റ്റ് ആയിട്ടുണ്ടായിരുന്ന യോഗ പോസ്റ്റേഴ്സ്, അതുപോലെ ഇന്ത്യൻ മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ തന്നെ സൂഫിസത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂഫിസത്തിന്റെ അവരുടെ ഒരു ഡാൻസിന്റെ അതൊക്കെ ഉണ്ടല്ലോ, വളരെ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്ന കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ നൽകിയിട്ടുള്ള കുറച്ച് വ്യക്തികൾ അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ള സൂഫി ഓർഡേഴ്സ് ആണ് സ്ലൈഡിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോറി, അടുത്ത ചോദ്യം അല്ല, അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ എത്തി. നമ്മൾ 7ാമത്തെ യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോഴ്സസ് അബൌട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതാണ് 7ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാർട്ടായിട്ട് വരുന്നത്. റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ ആൻഡ് ദെയർ എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്രിട്ടീഷ് റിലേഷൻ വിത്ത് പ്രിൻസിപ്പൽ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്, റെഗുലേഷൻസ് അണ്ടർ ദ ക്രൗൺ. ഇതാണ് യൂണിറ്റ് 7ൽ വരുന്ന മേജർ പോയിന്റ്സ്, മേജർ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ്. ധാരാളം ബുക്ക് ആൻഡ് ഓതർ ഇത് വരുന്നുണ്ട്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെയും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെയും ഒക്കെ ബുക്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ബുക്ക്, അതിന്റെ ഓതർ, അതിന്റെ പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ ആൻഡ് ദെയർ എസ്റ്റാബ്ലിഷ്മെന്റ്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അധികാരം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ധാരാളം ഡിസ്പ്യൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? മനസ്സിലായിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ദെൻ റിവോൾട്ട് ഓഫ് 1857, അതിന്റെ ഇമ്പാക്റ്റുകളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്.
ദെൻ ഈ ഒരു 1857 റിവോൾട്ടിനെ കുറിച്ചിട്ട് ധാരാളം ഹിസ്റ്റോറിയൻസ് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ വിച്ച് ആക്ട് വാസ് ദ ഫസ്റ്റ് എക്സാമിനേഷൻ ഫോർ ICS ഹെൽഡ് ഇൻ അലഹാബാദ്? അലഹാബാദിലെ ഫസ്റ്റ് ICS എക്സാമിനേഷൻ ഏത് ആക്ടിന്റെ കീഴിൽ ആണ്, ഏത് ആക്ട് പ്രകാരമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങളൊന്ന് ആൻസർ വേഗം പറഞ്ഞേ. ഇത് കുറച്ച് ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ. ആൻസർ വന്നില്ലല്ലോ. ആൻസർ വരട്ടെ. ജിയ എവിടെ പോയി? അശ്വതി, ശ്രുതി പറയുന്നുണ്ട് ഡി. ഷിറിൻ പറയുന്നുണ്ട് ബി. ഓക്കെ, ബാക്കിയുള്ളവര് വേഗം വേഗം ടൈപ്പ് ചെയ്തിട്ടോളൂ. ബി, ഡി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ശരിയാണ്, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഈ ആക്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈകാമറലിസം ആൻഡ് ഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻ ദ കൺട്രി. അപ്പോൾ രാജ്യത്തില് ബൈകാമറലിസം അതുപോലെ ഡയറക്റ്റ് ഇലക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആക്ടോട് കൂടിയിട്ടാണ്. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ അതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ICS എക്സാമിനേഷൻ അലഹാബാദില്, ICS എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് അലഹാബാദിൽ വെച്ചിട്ടാണെന്നുള്ള ഒരു പോയിന്റ് കൂടി നമുക്ക് ഇന്ന് കിട്ടിയേ അല്ലേ. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ചോദ്യമായി നമ്മുടെ. Who regards the revolt of 1857 as the source spring of national movement? നാഷണൽ മൂവ്മെന്റിനെ, അതായത് നാഷണൽ മൂവ്മെന്റ് അല്ല, 1857 കലാപത്തിനെ സോഴ്സ് സ്പ്രിംഗ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്ന് വിളിച്ചിട്ടുള്ളത്, എന്ന് കരുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PC ജോഷി, P റോബർട്സ്, ദെൻ പെർസിബൽ സ്പിയർ, സുമിത് സർക്കാർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. അറിയാവുന്നവര് വേഗം 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 ടൈപ്പ് ചെയ്തോളൂ. ഷെറിൻ തന്നെ വേഗം ടൈപ്പ് ചെയ്തു. ഷെറിന് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത ആള് പോരട്ടെ. ശ്രുതി ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ബാക്കിയും കൂടി വരട്ടെ. ജിയ ഒന്നും കാണാനില്ലല്ലോ. ശരണ്യ, മാളവിക എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ, നമ്മുടെ ആൻസറിലേക്ക് പോവാണ്. PC ജോഷി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. PC ജോഷി. അപ്പോ നമ്മുടെ ഈ 1857 റിവോൾട്ടിനോട് ഞാൻ ഈ യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റിവോൾട്ടിനെ കുറിച്ചിട്ട് പലരും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണെന്നുള്ളത്. അതുപോലെ ഈ റിവോൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഈ ഒരു റിവോൾട്ടിനെ കുറിച്ചിട്ട് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിവോൾട്ടിന്റെ കോസസ് ആണ്. കോസസ് ഓഫ് ദ റിവോൾട്ട് 4 കോസസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. എക്കണോമിക് കോസസ്, സോഷ്യോ പൊളിറ്റിക്കൽ കോസസ്, റിലീജിയസ് കോസസ്, ഇമ്മീഡിയറ്റ് കോസസ്. അതിൽ എക്കണോമിക് കോസസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. അതുപോലെ ഹെവി ടാക്സേഷനുമാണ്. ദെൻ സോഷ്യോ പൊളിറ്റിക്കൽ കോസസിൽ പറയുന്നത് സബ്സിഡറി അലയൻസ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞേ. വേഗം ഒന്ന് ടൈപ്പ് ചെയ്ത് ഷോർട്ടാക്കി ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? വെല്ലസ്ലി. ഓക്കെ, അതുപോലെ മറ്റൊരു സോഷ്യോ പൊളിറ്റിക്കൽ കോഴ്സ് ആയിട്ട് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ആരായിരുന്നു? അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഡൽഹൌസി. അറിയാം.
ഡൽഹൌസിയാണ്, ശരിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സോഷ്യോ പൊളിറ്റിക്കൽ കോഴ്സസിൽ പറയുന്നത്. ഇനി റിലീജിയസ് കോഴ്സസിൽ പറയുന്നത് ടാക്സേഷൻ ഓഫ് മോസ്ക് ആൻഡ് ടെമ്പിൾ ആണ്. അതുപോലെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ മിഷണറി ആക്ടിവിറ്റീസ് റിലീജിയസ് കോഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഈ മൂന്ന് കാരണങ്ങളല്ലാണ്ട് പെട്ടെന്നുണ്ടായ കാരണം, അതായത് ശരിക്കും ഈ ഒരു വാർ ഇവര് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ കറക്റ്റ് ഈ വാർ നടന്നിട്ടുണ്ടായിരുന്ന ഡേറ്റിനായിരുന്നില്ല അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ അതൊക്കെ കഴിഞ്ഞ് വേറൊരു ഡേറ്റിനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് കുറച്ച് കാരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് കോസസ്. ആ ഇമ്മീഡിയറ്റ് കോസസ് കാരണമാണ് യുദ്ധം പെട്ടെന്ന് നടത്താനായിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ. ആ ഇമ്മീഡിയറ്റ് കോസസ് ആണ് പറയുന്നത് ന്യൂസ് ഓഫ് മിക്സിംഗ് ഓഫ് ബോൺ ഡസ്റ്റ് ഇൻ വീറ്റ് ഫ്ലോർ. അതായത് ഈ യുദ്ധത്തിലല്ല, ഈ ബ്രിട്ടീഷ് പടയാളികളിലെ ഇന്ത്യൻ പടയാളികളുണ്ടല്ലോ, അതില് അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് റൊട്ടി ആയിരുന്നു. അപ്പോൾ അതില് എല്ലുപൊടി ബോൺ ഡസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഇമ്മീഡിയറ്റ് കോസ്. അതായത് ചില അവരൊന്നും തന്നെ ഈ എന്താ മൃഗങ്ങളുടെ എല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല അല്ലെ. ചില കസ്റ്റമില് അതൊക്കെ ബാൻഡ് ആണല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ന്യൂസ് വന്നൊരു ഇമ്മീഡിയറ്റ് കോഴ്സായി. അടുത്ത കാര്യം പറയുന്നത് ദ കാർട്രിഡ്ജ് ഓഫ് ദ എൻഫീൽഡ് റൈഫിൽ വാസ് മെയ്ഡ് ഓഫ് ബീഫ് ആൻഡ് പോർക്ക് ഫാറ്റ്. പന്നിയുടെയും പോത്തിന്റെയും കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് റൈഫില് തിരനിറയ്ക്കുന്ന ആ ഒരു കാര്യം, അതും ഒരു ഇമ്മീഡിയറ്റ് കോഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു 1857 റിവോൾട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റിവോൾട്ട് കുറച്ചധികം സെന്റേഴ്സിലായിട്ടാണല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്. ഡൽഹി, കാൺപൂർ, ലക്നൗ, ഝാൻസി, ബീഹാർ, അതുപോലെ ഫൈസാബാദ് എന്നിങ്ങനെ കുറച്ച് ഏരിയകളിലായിട്ടാണല്ലോ നടന്നിട്ടുള്ളത്. അവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ലീഡേഴ്സിന്റെ പേര്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൺപൂരിലെ നാനാ സാഹിബ് ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലക്നൌവിലെ ബീഗം ഹസ്രത് മഹലായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. വേഗം ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തോളൂ. നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാല് വേഗം വായിച്ചോളൂ. മഹൽവാരി റെഗുലേഷൻ ഇഷ്യൂഡ്, JP റെയിൽവേ കമ്പനി ഫോംഡ് ഇൻ ലണ്ടൻ, ഫസ്റ്റ് കോൾ മൈൻ ഓപ്പൺഡ് അറ്റ് റാണിഗഞ്ച്. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ഡി പറയുന്നുണ്ട്, അതായത് ഓപ്ഷൻ 4 അല്ലേ പറയുന്നത് ജിയ? ഓപ്ഷൻ 4 അല്ലേ പറയുന്നത്? ഓക്കെ, ജിയ മാത്രമേ ഉള്ളൂ. ജിയ എല്ലാത്തിനും മിടുക്കിയായിട്ട് വേഗം ആൻസർ പറയുന്നുണ്ട് കേട്ടോ. മൂന്ന് പറയുന്നുണ്ട് ശ്രുതി. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ. CADBE എന്നാണ് ആൻസർ വരുന്നത്. കറക്റ്റ് ഇയർ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സി പറയുന്നത് എന്താണ്? ഫസ്റ്റ് കോൾ മൈൻ ഓപ്പൺ അറ്റ് റാണിഗഞ്ച്. റാണിഗഞ്ചിലെ ആദ്യത്തെ കോൾ മൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 1774 അതിന്റെ ഇയർ വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് ഇന്ത്യൻ
ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു ബിഗിനിങ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് 1774 കേട്ടോ. ഇനി അടുത്തത് മഹൽവാരി റെഗുലേഷൻ ഇഷ്യൂഡ്. മഹൽവാരി റെഗുലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മഹൽവാരി സെറ്റിൽമെന്റിന്റെ ഇയർ ഏതാണ് എന്ന് പറഞ്ഞേ. മഹൽവാരി സെറ്റിൽമെന്റിന്റെ ഇയർ ഒന്ന് പറയൂ. മഹൽവാരി സെറ്റിൽമെന്റിന്റെ ഇയർ അറിയാവോ? 1833. ശ്രുതി പറയുന്നുണ്ട് 1833. ഓക്കെ, 1822 ശരിക്കും മഹൽവാരി സെറ്റിൽമെന്റ് വന്നിട്ടുള്ളത്. ആരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? കേണൽ ഹോൾട്ട് മെക്കൻസി ആയിരുന്നു മഹൽവാരി സെറ്റിൽമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു മഹൽവാരി സെറ്റിൽമെന്റ് വില്യം ബെൻഡിക് ആണെന്ന് തോന്നുന്നു 1833 അത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്നും കൂടി പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട്. 1833 അത്. ഓക്കെ, അപ്പോൾ മഹൽവാരി റെഗുലേഷൻസ് അത് റെഗുലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1833. അപ്പൊ ആ ഒരു ഇയർ ആണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്, 1833 എന്നുള്ള ഇയർ. ദെൻ അടുത്തത് വരുന്നത് ഡി ആണ്, അതായത് അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ഇന്ത്യ. 1843 ഇന്ത്യയിൽ സ്ലേവറി അബോളിഷ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സ്ലേവറി അബോളിഷ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ബി ആണ്, അതായത് GIP റെയിൽവേ കമ്പനി ഫോംഡ് ഇൻ ലണ്ടൻ. 1845 ലണ്ടനിൽ GIP റെയിൽവേ കമ്പനി എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ, അതിനെയാണ് GIP എന്ന് ഷോർട്ട് ഫോം ചെയ്ത് പറയുന്നത്. ഈ ഒരു റെയിൽവേ കമ്പനി ലണ്ടനിൽ ഫോം ചെയ്യുന്നത് 1845. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ ഒരു GIP റെയിൽവേ കമ്പനി ഫോം ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് പീപ്പിൾ, ഇന്ത്യയിലെ ഗുഡ്സ് ആൻഡ് പീപ്പിളിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ള, ഇന്ത്യയിൽ ഉടനീളമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു. അടുത്തത് സെക്കൻഡ് ഓപ്പിയം വാർ ബിഗിൻസ്. 1856 അതിലാണ് സെക്കൻഡ് ഓപ്പിയം വാർ ആരംഭിക്കുന്നത്. ബ്രിട്ടനും ചൈനയും തമ്മിലായിരുന്നു ഈ ഒരു വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 8, കൊളോണിയൽ എക്കണോമി ആൻഡ് ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്, ഗ്രോത്ത് ഓഫ് അർബൻ സെന്റേഴ്സ്, ഫാമിൻ, ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്, ഇന്ത്യൻ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ, മിഷണറി ആക്ടിവിറ്റീസ്, ന്യൂ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ റിനൈസൻസ് പാടാണ് എന്നുള്ളത് ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ശ്രേയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യൻ റിനൈസൻസ് പാടാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യൻ റിനൈസൻസ് എന്നുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് റീസെന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശ്രേയ ഒന്നും കൂടി ഒന്ന് അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ശ്രേയയ്ക്ക് അത് ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുറേയധികം റിനൈസൻസ് ലീഡേഴ്സ്, അവരുടെ കുറേയധികം ഓർഗനൈസേഷൻസ്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുന്നതായിരിക്കും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒക്കെ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ കുട്ടി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തതും. കണ്ടോ, നമ്മുടെ ഇതിൽ തന്നെ എത്ര ക്രോണോളജി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കിക്കോളൂ ഈ ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കേട്ടോ. ഡെത്ത് ഓഫ് നാന ഫഡ്നാവിസ്, വെല്ലോർ മ്യൂട്ടനി, വെല്ലസ്ലി അനെക്സ്ഡ് കർണാട്ടിക്, മാൽക്കംസ് മിഷൻ ടു പേർഷ്യ ആൻഡ് എൽഫിൻസൺസ് മിഷൻ ടു കാബൂൾ, ട്രീറ്റി ഓഫ് ബേസിൻ. എന്നതാണ് നമ്മുടെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള കണ്ടന്റുകൾ. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ. ആൻസർ പറയുന്നുണ്ടോ? പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
ആൻസർ പറയുന്നുണ്ടോ? ശ്രേയക്ക് കിട്ടുന്നുണ്ടോ? ജിയ ചാടിക്കേറി ബി പറഞ്ഞിട്ടുണ്ട്. എന്താ ജിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ? ബി ആണോ എന്നാണോ ചോദിച്ചിട്ടുള്ളത്? നോക്കാലോ. കുഴപ്പമില്ല, ഡൗട്ട് ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ഡൗട്ടുകൾ വന്ന് നമ്മൾ കറക്കി കുത്തുമ്പോൾ ആ ആൻസർ അഥവാ ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കതിന്റെ ആൻസറിലേക്ക് ഒന്ന് പോയാലോ? ആൻസർ വരുന്നത് ബി തന്നെയാണ്. ജിയ ശരിയാണ് കേട്ടോ. ജിയയുടെ ആൻസർ ശരിയായിട്ടുണ്ട്, ബി ആണ്. അതായത് ACEBD എന്നാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേണമെങ്കിൽ. നാനാ ഫഡ്നാവിസ് ഒരു പ്രോമിനന്റ് മറാത്ത സ്റ്റേറ്റ്മാൻ ആയിരുന്നു. അദ്ദേഹം മരിക്കുന്നത് 1800-ലാണ്. ദെൻ 1801 ലോർഡ് വെല്ലസ്ലി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അനക്സ്ഡ് ദ കർണാട്ടിക് റീജിയൻ ടു ബ്രിട്ടീഷ് ടെറിട്ടറീസ്. Then the Treaty of Basin was signed between the British East India Company and the Peshwa Bajirao II in 1802. Then the Vellore Mutiny took place in 1806 when sepoys stationed at Vellore rebelled against the British. Then അടുത്തത് in 1808 two important missions were undertaken by British. ഏതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് മിഷൻസ്? സർ ജോൺ മാൽക്കമിനെ പേർഷ്യയിലേക്ക് ഒരു ട്രീറ്റി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുകയുണ്ടായി. അതുപോലെ തന്നെ വില്യം എൽഫിൻസണിനെ ഒരു ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്ന അഫ്ഗാൻ റൂളറിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുകയും ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണോ എങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തി. 23-ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തോളൂ. ജിയ 3 പറഞ്ഞിട്ടുണ്ട്. ഷെറിൻ 3 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് സുപ്രീം കോർട്ട് സെറ്റപ്പ് ചെയ്യുന്നത്, കൽക്കട്ടയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത് 1774-ലാണ്. അപ്പോ ഓപ്ഷൻ ബി ആണ്, അതായത് ഓപ്ഷൻ 3 ആണ്. ബി അല്ല, സോറി, ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ജിയ, ഷെറിൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയാണ്. ABCDE അതാണ് കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് കൽക്കട്ടയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1774-ലാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി വില്യം ജോൺസ് ഫൗണ്ട് ചെയ്യുന്നത് 1784-ലാണ്. കോൺവാലിസ് കോഡ് 1793. വെല്ലസ്ലി കൽക്കട്ട ടൗൺ ഇംപ്രൂവ്മെന്റിനെ കുറിച്ചിട്ടുള്ള മിനിറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1803-ലാണ്. ദെൻ ബ്രിട്ടീഷ് ടേക്ക് ഓവർ ദ ഡെക്കാൻ. ദെൻ ബോംബെ ബിക്കംസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പ്രോവിൻസ്. 1819-ആണ് ഇയർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ മാനർ വിത്ത് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ബക്സാർ. ബക്സാർ യുദ്ധത്തിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇവന്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഇവന്റുകൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ആൻസർ ഒന്ന് വേഗം ക്രോണോളജി അല്ലെ, ഫുള്ള് ക്രോണോളജിയാണ്. അപ്പോ ക്രോണോളജിക്കലി ഒന്ന് വേഗം അറേഞ്ച് ചെയ്തോളൂ. നമ്മൾ ഇപ്പൊ ഈ എടുത്തിട്ടുള്ള PYQs ഒക്കെ തന്നെ റീസെന്റ് ആണ്, വളരെ പഴയതായിട്ടുള്ള PYQs ഒന്നും എടുത്തിട്ടില്ല. 2019, 20, 21, മേജറായിട്ടും 23, 22 കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 18 മുതൽ ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ വരെയുള്ള ക്വസ്റ്റ്യൻസ്, 2018 ടു ഇപ്പൊ കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാമില്ലേ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചിലത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞോളൂ. 4, 3,
ജിയ പോയോ? ശ്രേയ പറയുന്നില്ലല്ലോ. അശ്വതി ഒക്കെ പോയോ? മായ, ശരണ്യനൊന്നും പിന്നെ കാണാനേ ഇല്ലല്ലോ. അശ്വതി 3 പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാലാ വരുള്ളൂ അല്ലെ? ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ. ആൻസർ വരുന്നത് 3 തന്നെയാണ്. ശരിയാണ് കേട്ടോ. ശ്രുതി, അശ്വതി, ജിയ, ഷെറിൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. എ, ഡി, സി, ബി, ഇ എന്നിങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. അതായത് ഗ്രാൻഡ് ഓഫ് ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതാണ് നമ്മുടെ ഇവന്റ് എ, ആദ്യത്തെ ഇവന്റ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ബക്സാർ യുദ്ധം ഉണ്ടല്ലോ, ബക്സാർ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്ന വർഷം ഏതായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. ബക്സാർ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്ന ബാറ്റിൽ ഓഫ് ബക്സാറിന്റെ ഇയർ ഒന്ന് കമന്റ് ചെയ്യൂ വേഗം. ബക്സാർ യുദ്ധം, അതെ 1764 ബക്സാർ യുദ്ധത്തിന്റെ പീരീഡ് വരുന്നത്. അപ്പൊ പ്ലാസി യുദ്ധത്തിന്റെ ഏതായിരുന്നു? പ്ലാസി യുദ്ധത്തിന്റെ പ്ലാസി യുദ്ധം 1757. കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പ. പ്ലാസിയും അതുപോലെ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പ്ലാസി യുദ്ധം നടന്ന് കറക്റ്റ് 100 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ബക്സാർ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു 1765 ഈ ബക്സാർ യുദ്ധത്തിന്റെ ട്രീറ്റി ഏതായിരുന്നു? ട്രീറ്റി ഓഫ് അലഹബാദ് ആയിരുന്നു അല്ലെ? ട്രീറ്റി ഓഫ് അലഹബാദ് കേട്ടിട്ടില്ലേ? 1765 ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ട്രീറ്റി ഓഫ് അലഹബാദിലാണ് ഈ പറയുന്ന ഗ്രാൻഡ് ഓഫ് ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ബംഗാൾ, ബീഹാർ, ഒറീസ ഭാഗങ്ങളിലെ ദിവാനി അധികാരം, അതായത് ദിവാനി അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനും അതിൽ ഇടപെടാനും ഒക്കെയുള്ള അവകാശമാണ് പറയുന്നത്. ആ ദിവാനി റൈറ്റ്സ് ഒക്കെ കിട്ടുന്നത് ഏത് ട്രീറ്റി വഴിയാണ്? ട്രീറ്റി ഓഫ് അലഹബാദ്. ട്രീറ്റി ഓഫ് അലഹബാദിന്റെ ഇയർ വരുന്നത് 1765. ബക്സാർ യുദ്ധത്തിന് ശേഷം വന്നിട്ടുള്ള ട്രീറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത് അബോളിഷൻ ഓഫ് ഡ്യുവൽ ഗവൺമെന്റ്. അബോളിഷൻ ഓഫ് ഡ്യുവൽ ഗവൺമെന്റ് അതിന്റെ ഇയർ, അതായത് നമ്മുടെ ഡി എന്ന ഇവന്റ് ആണ് കേട്ടോ പറയുന്നത്. ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അബോളിഷ് ചെയ്യുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് 1772. 1772 വാറൻ ഹേസ്റ്റിങ്സ്. ഓർമ്മയിലിരുന്നോട്ടെ, വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളില് ഉള്ള ഡ്യുവൽ ഗവൺമെന്റ് എടുത്തു കളഞ്ഞത്. ദെൻ അടുത്തത് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഇയർ 1773. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ദെൻ അടുത്തത് ഡെസിനിയൽ സെറ്റിൽമെന്റ് ഇൻ ബംഗാൾ. എന്താണ് ഈ ഡെസിനിയൽ സെറ്റിൽമെന്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെസിനിയൽ സെറ്റിൽമെന്റ് എന്താണെന്നൊന്ന് പറഞ്ഞേ. എന്താണ് ഈ ഡെസിനിയൽ സെറ്റിൽമെന്റ്? ബംഗാളിൽ വന്നിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ്. അറിയോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്, ഡെസിനിയൽ സെറ്റിൽമെന്റ്? ഇല്ല അല്ലെ? പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സെമീന്ദാരി സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സെമീന്ദാരി. അതിന്റെ മറ്റൊരു പേരാണ് ഈ ഡെസിനിയൽ സെറ്റിൽമെന്റ്. ഈ സെമീന്ദാരി അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഒക്കെ എത്ര വർഷത്തേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? അതായത് എത്ര വർഷത്തേക്കാണ് അതിന്റെ ആ ഒരു ലാൻഡ് ഗ്രാന്റ് അല്ലെങ്കിൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നത്? എത്ര വർഷത്തേക്കാണ് പറഞ്ഞേ? 10 വർഷം. തന്നെയാണ് ഈ ഡെസിനിയൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഡെസിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദശവാർഷികം, 10 വർഷം കൂടുമ്പോ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 1793 ഡെസിനിയൽ സെറ്റിൽമെന്റ് അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സെമീന്ദാരി സെറ്റിൽമെന്റ് വരുന്നത്. ഈ സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? ഡെസിനിയൽ സെറ്റിൽമെന്റ്, പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? ഒന്ന് വേഗം ടൈപ്പ് ചെയ്തേ.
കോൺവാലീസ്. ജിയ വേഗം ഉത്തരം പറഞ്ഞു. ജിയ ഫസ്റ്റ് അടിച്ചു. കോൺവാലീസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോൺവാലിസ്. അശ്വതി മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കോൺവാലിസ് എന്ന്. ഓക്കെ, അപ്പോൾ 1793 ഇതിന്റെ ഒരു പീരീഡ് വരുന്നത്. ഒരു റവന്യൂ സെറ്റിൽമെന്റ് പോളിസിയാണ് ബംഗാളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാൻഡ് റവന്യൂ റേറ്റ് 10 വർഷത്തേക്കാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പോർട്ട് ഓഫ് സൂററ്റ് അനക്സ്ഡ്. സൂററ്റിൽ പോർട്ട് അനക്സ് ചെയ്യുന്നത് 1800 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബക്സാർ യുദ്ധത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കൺസിഡർ ചെയ്ത് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഈ ബക്സാർ യുദ്ധം കഴിഞ്ഞ് ഏകദേശം ഒരു 100 കൊല്ലത്തിന്റെ അടുത്തൊക്കെ അവർ ആയപ്പോഴാണ് അല്ലെ ഈ ഒരു സൂററ്റ് അനക്സ് ചെയ്യുന്നത്. 1800 എത്തി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ 1800 സൂററ്റ് അനക്സ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടന്റ് പോർട്ട് സിറ്റി, ഗുജറാത്തിലെ ഇമ്പോർട്ടന്റ് പോർട്ട് സിറ്റി ആയിരുന്നു സൂററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യൂണിറ്റ് 9 നമ്മൾ കടന്നു. റൈസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, അതർ മൂവ്മെന്റ്സ്, ഗാന്ധിയൻ മൂവ്മെന്റ്സ്, ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെന്റ്സ്, മുസ്ലിം ലീഗ്, പാർട്ടീഷൻ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ചാലഞ്ചസ് ഓഫ് പാർട്ടീഷൻ, ഇന്റഗ്രേഷൻ, മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, എക്കണോമിക് പോളിസി, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, ഫോറിൻ പോളിസി ഇനീഷ്യേറ്റീവ്, ഇതൊക്കെയാണ് 9ാമത്തെ യൂണിറ്റിൽ വരുന്ന പോർഷൻസ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇന്ത്യൻ നാഷണലിസം, റൈസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം പറയേണ്ടതായിട്ടുണ്ട്, അതായത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഗാന്ധിയൻ മൂവ്മെന്റ്സ്, ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെന്റ്സ്, അതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്പാരിറ്റീവ്ലി ഈ ഒരു ഏരിയയിൽ നിന്ന് തീരെ വരില്ല എന്നല്ല കേട്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി കുറവായിട്ടാണ് കാണാറുള്ളത്. പക്ഷെ ഇനി വരുന്ന എക്സാമിന് ചോദിച്ചുകൂടാന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തേത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഷോസ് ദ വെന്യൂ ആൻഡ് ഇയർ ഓഫ് ഫസ്റ്റ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ഇവന്റ് പഠിക്കുമ്പോൾ ആ ഇവന്റിന്റെ പ്ലേസ്, അതുപോലെ അതിന്റെ ഇയർ, ചിലപ്പോൾ അതിന്റെ കറക്റ്റ് ഡേറ്റും കൂടി ചോദിക്കാറുണ്ട്, അതായത് മന്തും ഡേറ്റും കൂടി ചോദിക്കാറുണ്ട്. അപ്പോ ഇതെല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. ചാടിക്കയറി എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ശരിയാണ്, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ബോംബെ. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബോംബെ എന്നുള്ള ആൻസർ 2 തവണ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തില് ബോംബെ 1885, ഒരെണ്ണത്തില് 1883. അതുപോലെ തന്നെ 1885 എന്നുള്ള വർഷത്തിന്റെ കൂടെ കൽക്കട്ട എന്നും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അതെ, അപ്പോ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ, ഈ പിക്ചറിൽ കാണുന്നത് ആരാണ്? അതൊന്ന് പറഞ്ഞേ. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി WC ബാനർജിയോ? ഈ പിക്ചറിലോ? അയ്യോ, ഷെറിൻ പറഞ്ഞിട്ടുണ്ട് എയോ ഹ്യൂം. WC ബാനർജിയാണ് പ്രസിഡന്റ് എന്നല്ലേ? ഓക്കെ, ശരി ചെയ്യാം. ഓക്കെ, ഈ പിക്ചറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എയോ ഹ്യൂം ആണ്. അപ്പൊ നമ്മൾ INC കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എയോ ഹ്യൂം ആണ് ഇത് ഫോം ചെയ്യുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്നു. ഫസ്റ്റ് മോഡേൺ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ INCയുടെ ഒരു ഫോർമേഷൻ ആണ്. ദെൻ ഈ INCയുടെ ഫസ്റ്റ് സെഷൻ ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ഡേറ്റ്, കറക്റ്റ് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 28 to 31 ഡിസംബർ 1885 ആണ്. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് WC ബാനർജി. WC ബാനർജിയുടെ ചെയർമാൻഷിപ്പിലാണ് ഈ ഒരു ബോംബെ സെഷൻ, ഫസ്റ്റ് സെഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു WC ബാനർജി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സെഷനിൽ 72 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തെ സെഷൻ ഉണ്ടായിരുന്നത് കൽക്കട്ടയിലായിരുന്നു. ദാദാഭായ് നവറോജി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് വർദ്ധയിൽ വെച്ചിട്ടായിരുന്നു, വർദ്ധ എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. ബദ്രുദ്ദീൻ തിയാബ്ജി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബോംബെയിൽ വെച്ചിട്ട് തന്നെ സർ വില്യം വെഡ്ബേൺ ആയിരുന്നു ആ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ജേർണൽസ് ഓർ ന്യൂസ് പേപ്പർ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഡോക്ടർ BR അംബേദ്കർ? BR അംബേദ്കറുമായിട്ട് കണക്ട് ആവാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ഒന്ന് ആൻസർ പറഞ്ഞോളൂ, വേഗം 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 പറഞ്ഞോളൂ. പറയുന്നുണ്ടോ? ഡോക്ടർ BR അംബേദ്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത എ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാലോ നമുക്ക്. ABC BC ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ A ആണോ എന്നാണ് ഡൗട്ട്. നമുക്ക് നോക്കാലോ, നോക്കാം അല്ലേ? ശരിയാണ്, ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസർ. മൂക് നായക്, അതുപോലെ ബഹിഷ്രത് ഭാരത്, ജനത്, ഇതൊക്കെ തന്നെ അംബേദ്കറിന്റെ പേപ്പേഴ്സ് ആണ്. മൂക് നായക് ആ ഒരു പേപ്പർ പത്രത്തിന്റെ ഇയർ വരുന്നത് 1920 ആണ്. അടുത്തത് ബഹിഷ്കൃത് ഭാരത്, അതിന്റെ ഒരു ഇയർ വരുന്നത് 1927 ആണ്. ജനത, അതിന്റെ ഇയർ വരുന്നത് 1930 ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഒരു പേപ്പർ കൂടി, ഒരു ന്യൂസ് പേപ്പർ കൂടി ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രബുദ്ധ ഭാരത് എന്നാണ് അതിന്റെ പേര്. 1956 ആണ് അതിന്റെ ഇയർ വരുന്നത്. അപ്പോ നമ്മള് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇതില് സോറി ജഗൃതി എന്ന് പറയുന്നത് ആരാണ് അപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്? അത് ജഗൃതി അല്ലെങ്കിൽ ജാഗുർട്ട് എന്നൊക്കെ ചില വർക്കിൽ ജാഗുർട്ട് എന്നൊക്കെയാണ് കാണുന്നത്. ഈ ജാഗുർട്ട് എന്നുള്ളത് ഒരു മറാഠി ലാംഗ്വേജിലുള്ള പത്രമാണ്. ഇതിന്റെ എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നത് ഭഗവന്ത് ബൽവന്ത് പലേക്കർ ആയിരുന്നു കേട്ടോ. ഭഗവത് ബൽവന്ത് പലേക്കർ. 1917 ഈ ഒരു പത്രം ആരംഭിക്കുന്നത്. മറാത്തി പത്രമാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ അണ്ടർ പഞ്ചശീൽ ട്രീറ്റി? പഞ്ചശീൽ ട്രീറ്റിയുടെ ഉള്ളില് വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചശീൽ എന്ന് പറയുമ്പോൾ 5 ശീലങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ വരാത്തത് ഏതാണ്? ബി പറയുന്നുണ്ട്. ബി തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാട്ടോ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ജിയ, അശ്വതി, മായ, മായ പറഞ്ഞു ബി. മാളവിക പറയുന്നുണ്ട് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ശരിയാണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ ശരിയാണ്. ഓപ്ഷൻ ബി, നോൺ ഷെയറിംഗ് ഓഫ് നാഷണൽ നാച്ചുറൽ റിസോഴ്സസ്, അത് പഞ്ചശീൽ തത്വങ്ങളുടെ പ്രിൻസിപ്പിളിൽ വരുന്നതല്ല. ഓക്കെ, അപ്പൊ പഞ്ചശീൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈൻ ചെയ്യുന്നത് 29 ഏപ്രിൽ 1954 അപ്പോൾ ഈ പഞ്ചശീൽ തത്വങ്ങള് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒന്നാണ് ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഈ ഒരു എഗ്രിമെന്റിന്റെ കീഴിൽ 5 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ആ 5 പ്രിൻസിപ്പിൾസ് ആണ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ, mutual non-interference in each other's internal affairs, equal and mutual benefit working relationship, peaceful coexistence. ഓക്കെ, അപ്പൊ ഇതാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അപ്പോ
ഇതിൽ പെടാത്തത് ഈ ഒരു ഓപ്ഷൻ ബി ആണ്, നോൺ ഷെയറിംഗ് ഓഫ് നാഷണൽ നാച്ചുറൽ റിസോഴ്സസ്. അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ മെത്തഡോളജി പാർട്ട് ടഫ് ആണെന്നുള്ളത് ആതിര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആതിര ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, ആതിര കാണാനില്ലാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് 10ലേക്ക് പോവാം. വാട്ട് ഈസ് ഹിസ്റ്ററി? ഡെഫിനിഷൻസ്, സ്കോപ്പ്, then research methodology in history, classification and a collection of sources in history, things to be noted before writing history, historiography എന്നിങ്ങനെയാണ് നമ്മുടെ സിലബസിലെ 10ാമത്തെ യൂണിറ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനീഷൻസ് എന്നുള്ള ഏരിയ ഉണ്ടല്ലോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് നാൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ ആയിരിക്കും. മിക്കതും PH ഡെഫിനേഷൻ ആയിരിക്കും വരാറ്. അതല്ലെങ്കിൽ ഇപ്പോൾ സെറ്റിന്റെ പേപ്പർ ആയിക്കോട്ടെ നെറ്റിന്റെ പേപ്പർ ആയിക്കോട്ടെ ഹിസ്റ്റോറിക്കൽ ഡെഫിനേഷൻ നിർബന്ധമാണ്. ഒരു ഡെഫിനേഷൻ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് സോഴ്സസ് ഇൻ ഹിസ്റ്ററി, തിങ്സ് ടു ബി നോട്ടഡ് ബിഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഈ ഫുട് നോട്ട്, എൻഡ് നോട്ട്, അതുപോലെ പ്ലാജറിസം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. ഹിസ്റ്ററി ഈസ് ദ സയൻസ്, നോ ലെസ് നോ മോർ. ഹൂ സ്റ്റേറ്റഡ് ദിസ്? ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? വേഗം പറഞ്ഞോ. ഹിസ്റ്ററി ഈസ് ദ സയൻസ്, നോ ലെസ് നോ മോർ. കൂടുതലും ഇല്ല കുറവില്ല. പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഓക്കെ, എല്ലാവരും പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ഡി ആണ് പറയുന്നത് എല്ലാവരും. ഓക്കെ, ഓപ്ഷൻ ഡി ശരിയാണ്, JB ബെറി. നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ക്രൂസ്, ഹിസ്റ്ററി ഈസ് നോട്ട് സയൻസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് നോളജ് ഓഫ് ദ യൂണിവേഴ്സൽ ബട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ, ജസ്റ്റ് ലൈക്ക് ആർട്ട്. ക്രൂസ് എന്ന് പറയുന്നത് ബെനഡിക്റ്റോ ക്രൂസ് ആണ് കേട്ടോ. അദ്ദേഹം പറയുന്ന ഡെഫിനേഷൻ ആണ് ഹിസ്റ്ററി ഈസ് നോട്ട് സയൻസ് because it is not knowledge of the universal but of the individual, just like art. അപ്പൊ നമ്മുടെ JB ബെറി പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബെനഡിക്റ്റോ ക്രൂസിന്റെ ഡെഫിനേഷനെ പറയാം. JB ബെറി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹിസ്റ്ററി ഒരു സയൻസ് ആണ്, കൂടുതലും ഇല്ല കുറവില്ല. പക്ഷെ നമ്മുടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ബെനഡിക്റ്റോ ക്രൂസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹിസ്റ്ററി ഒരു സയൻസ് അല്ല. അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? യൂണിവേഴ്സലിനെ കുറിച്ചിട്ടുള്ള നോളജ് ഒന്നും തന്നെ അങ്ങനെ ഇൻക്ലൂഡഡ് അല്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് മനുഷ്യൻ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ ചരിത്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പോൾ അതൊരു ആർട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി EH കാറിന്റെ ഡെഫിനേഷൻ ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഡിഗ്രി കാലഘട്ടം മുതൽ അൺഎൻഡിങ് ഡയലോഗ് എന്നിങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അക്കോർഡിംഗ് ടു EH കാർ, ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പ്രസന്റ് ആൻഡ് ദ പാസ്റ്റ്. അതുവരെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, EH കാറിന്റെ ബുക്ക് ഏതാണ്? ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ EH കാറിന്റെ, എന്ന് പറഞ്ഞേ. EH കാറിന്റെ വർക്ക് ഏതാണെന്നുള്ളത്? വാട്ട് ഈസ് ഹിസ്റ്ററി? അതെ, വാട്ട് ഈസ് ഹിസ്റ്ററി എന്നുള്ള ഒരു വർക്കാണ് EH കാറിൻ്റെത്. ഈ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, അതിന്റെ എത്ര യൂണിറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ്ങുകളും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അപ്പോൾ കഴിഞ്ഞ നെറ്റ് എക്സാമിനാണെന്ന് തോന്നുന്നു, നമ്മുടെ ക്യാൻസൽ ചെയ്തിട്ടുള്ള എക്സാമില്ലേ അതിനാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പഠിച്ചോളൂ. ഇനി ലോർഡ് ആക്ടന്റെ ഡെഫിനേഷൻ, ഹിസ്റ്ററി ഈസ് ദ അൺഫോൾഡിങ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഫ്രീഡം. ഓക്കെ, ഇതും ധാരാളം ഇപ്പോൾ സെറ്റ് പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ലോർഡ് ആക്ടന്റെ ഈ ഒരു ഡെഫിനേഷൻ. ഹെൻറി ജോൺസന്റെ ഡെഫിനേഷൻ, ഹിസ്റ്ററി ഇൻ ഇറ്റ്സ് ബ്രോഡസ്റ്റ് സെൻസ് ഈസ് എവറിത്തിങ് ദാറ്റ് എവർ ഹാപ്പൻഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെഫിനേഷൻസ് പറയുന്നത്. ഇനി 29ാമത്തെ ചോദ്യം, ഹു സെഡ് ഹിസ്റ്ററി has to be rewritten because history is the selection of those threads of causes or antecedents that we are interested in. ആണ്. അത് ഒരുമിച്ചായി പോയി, സോറി, എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക.
ആരാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞേ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്കിത് കുറച്ച് ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും തോന്നുന്നു. എന്നാലും ആ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഹിസ്റ്ററി ഹാസ് ടു ബി റീറിട്ടൺ ബിക്കോസ് ഹിസ്റ്ററി ഈസ് ദ സെലക്ഷൻ ഓഫ് ദോസ് ത്രെഡ്സ് ഓഫ് കോഴ്സസ് ഓർ ആൻറ്റിസിഡൻസ് ദാറ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒലിവർ വാണ്ടർ ഹോംസിനെ കുറിച്ച് പറയാം. അദ്ദേഹം 1902 to 1932 വരെയുള്ള സുപ്രീം കോർട്ട് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ മാക്സ് ബർബണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 1872 1956 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് എസേയിസ്റ്റ് ആയിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു കാരിക്കേച്ചറിസ്റ്റ് ആയിരുന്നു, അതുപോലെ പാരഡിസ്റ്റും കൂടിയായിരുന്നു. ജസ്റ്റ് ആ വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. അടുത്തത് വില്യം സിൻസർ. വില്യം സിൻസർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു എഡിറ്ററും ടീച്ചറും ഒക്കെ ആയിരുന്നു. ഒരു അമേരിക്കൻ റൈറ്റർ ആയിരുന്നു അദ്ദേഹം. അമേരിക്കൻ റൈറ്റർ, അവരുടെ ഒരു പ്ലേസ് കൂടി ഓർമ്മയിൽ വെക്കണേ. അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഒരു വർക്ക് ഓൺ റൈറ്റിംഗ് വെൽ എന്നാണ്. ഓൺ റൈറ്റിംഗ് വെൽ. ഓക്കെ, അതിന്റെ ഏകദേശം ഒരു 1 മില്യണോളം കോപ്പികൾ പെട്ടെന്ന് തന്നെ വിറ്റഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അടുത്തത് ഹെൻറി ആദംസ്. ഹെൻറി ആദംസിന്റെ അദ്ദേഹം ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയനും നോവലിസ്റ്റും ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഡയറിസ്റ്റും ഒക്കെ ആയിരുന്നു. 1838 അദ്ദേഹത്തിന്റെ ഒരു ജനനം വരുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ദ എഡ്യൂക്കേഷൻ ഓഫ് ഹെൻറി ആദംസ് എന്നാണ്. ഒരു ഓട്ടോബയോഗ്രഫി ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഫ്രം എമംഗ് ദ ഫോളോയിങ് എൻലൈറ്റ്മെന്റ് ഫിലോസഫേഴ്സ് ഹു ഡിഡ് നോട്ട് ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. താഴെ തന്നിട്ടുള്ളവയില് എൻലൈറ്റ്മെന്റ് ഫിലോസഫേഴ്സിന്റെ ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ പെടാത്ത വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പെടാത്ത വ്യക്തി ആരാണ്? ആൻസർ വരുന്നുണ്ടോ? ആലോചിച്ചോളൂ. ഡി പറയുന്നുണ്ട്, ശ്രുതി പറയുന്നുണ്ട് ഡി. സി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ മക്കളെ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ എഡ്മണ്ട് ബർക്കി. എഡ്മണ്ട് ബർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എഡ്മണ്ട് ബർക്കി എൻലൈറ്റ്മെന്റ് ഫെയ്ത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം റീസൺ അതുപോലെ ട്രഡീഷൻ അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു എൻലൈറ്റ്മെന്റ് ഹിസ്റ്റോറിയൻസ് എന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന വ്യക്തിയല്ല, അതിന് എഗെയിൻസ്റ്റ് ആണ്. എഡ്മണ്ട് ബർക്ക് ഈ ഒരു എൻലൈറ്റ്മെന്റ് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണെന്നുള്ളത് കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡിങ് എന്തായാലും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആൻസർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ റെഫർ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ ഉണ്ടായിരിക്കും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ഏരിയയിൽ നിന്നും? ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ.